ആ സ്നേഹം കാണിക്കുന്നില്ല എങ്കിൽ അയാൾ ഹതഭാഗ്യനാണ്, അയാൾ ഭാഗ്യമില്ലാത്ത ആളാണ്. എന്നാൽ ഒരു മകൻ ഉമ്മയോട് ചാരി നിൽക്കുകയും ഭാര്യയെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്യുമ്പോൾ അയാളും ഭാഗ്യം കെട്ടവനാണ്. കാരണം അയാൾക്ക് ഭാര്യയെ സ്നേഹിക്കാനുള്ള ഭാഗ്യമില്ല. ഇനി ഒരാൾ ഭാര്യയുടെ കൂടെ നിൽക്കുന്നു, അയാൾ പെങ്ങളോടൊപ്പം ഇല്ല, അഥവാ പെങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല എങ്കിൽ, പെങ്ങളെ സ്നേഹിക്കുന്നില്ല എങ്കിൽ അയാളും ഹതഭാഗ്യനാണ്. ഒരു ആങ്ങള എന്ന് പറയുന്ന ഒരു റോൾ അവിടെ നഷ്ടപ്പെടുകയാണ്. ഇങ്ങനെ എല്ലാവരോടും ഒരേപോലെ സ്നേഹിക്കാനുള്ള ഒരു മമതയും കാരുണ്യവും നമ്മളിൽ ഉണ്ടാകുമ്പോഴാണ് യഥാർത്ഥത്തിൽ കുടുംബത്തിനൊരു ഭദ്രതയുണ്ടാകുന്നത്. നിങ്ങളിപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്ന ഒരു പാവം വെല്ലിമ്മയുടെ മക്കളായിട്ട്, പേരമക്കളായിട്ട് ഇവിടെ ഇരിക്കുകയാണ്. ഇവർ എങ്ങനെയായിരുന്നു എന്ന് നിങ്ങളൊന്ന് പഠിച്ചു നോക്ക്. പഴയ കാലഘട്ടത്തിലേക്കൊന്ന് തിരിഞ്ഞപ്പോൾ ചെറിയ മക്കൾക്കൊന്നും ചിലപ്പോൾ ഈ കാര്യങ്ങൾ അറിയില്ല, എനിക്കും അറിയില്ല. പക്ഷെ ഞാൻ പറയുന്നത് കേട്ടതാണ്. നമുക്കും അത്ര ഒരുപാടൊന്നും 39 വയസ്സായിട്ടുള്ള 40 ആകാൻ പോകുന്നു. അതുകൊണ്ട് അതിൻ്റെ ഇടക്ക് പറയുന്ന കഥകളെ നമുക്കറിയൂ, ഉപ്പാപ്പമാർ പറഞ്ഞു തന്നിട്ടുള്ള. ഇപ്പോൾ ഉദാഹരണത്തിന് പണ്ടൊക്കെ കല്യാണം, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് നമ്മൾ കണ്ടത്, കല്യാണം ഒരു വീട്ടിൽ വരികയാണെങ്കിൽ ആദ്യത്തെ പണി എന്താ? കഴുങ്ങൊക്കെ, അന്ന് ഈ പന്തൽ വർക്കേരൊന്നുമില്ല, കഴുങ്ങുകളൊക്കെ വെട്ടിക്കൊണ്ടുവരും. അതാണ് ആദ്യത്തെ പണി. ഈ വെട്ടുന്ന സമയത്ത് നിങ്ങളെ വെല്ലിപ്പാനെ ആലോചിച്ചോളിട്ടോ. അത് പാലക്കാട് ജില്ല, മലപ്പുറം ജില്ലയ്ക്ക് ഏകദേശം ഒന്ന് തന്നെ ആയിരിക്കും. അതായത് ആ വെല്ലിമാരും ഏതെങ്കിലും ഒരു കുട്ടിയെ, അഥവാ നിങ്ങളുടെ ഇന്നത്തെ വെല്ലിമാനെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ കെട്ടിക്കുന്ന അന്ന് നിങ്ങളുടെ പല പറമ്പിൽ നിന്നുമാണ് ഇത് വെട്ടിയിരുന്നത്. ഇപ്പോൾ ഒരു നഫീസാൻ്റെ മോളെ കെട്ടിക്കാണ്ടെങ്കിൽ, എടാ 2 കവുങ്ങ് അവിടുന്നാണ്ട് വെട്ടിക്കാളെ, ഒരു 10 അവിടുന്നാണ്ട് വെട്ടിക്കാളെ എന്ന് പറഞ്ഞ് കുടുംബത്തിലെ ഓരോ ആളുകളും കഴുങ്ങ് വെട്ടിക്കുമായിരുന്നു. മറ്റൊന്ന് ഓലയാണ്. ഈ തെങ്ങ് കയറുന്ന ആളുകളെ കൊണ്ടുവന്ന്, ഇടവരെ കൊണ്ടുവന്ന് എല്ലാ ഇതുമൊന്നും പിന്നെ ഓല വെട്ടും. ഓല ചിലപ്പോൾ തികയില്ല എന്ന് കണ്ട പച്ച ഓല വരെ വെട്ടാനുള്ള അനുവാദം കൊടുക്കുമായിരുന്നു പഴയ കാരണവന്മാർ. വെല്ലിമാരോടും വെല്ലിപ്പാരോടൊക്കെ ചോദിച്ചാൽ അറിയാം. പച്ച ഓല വരെ വെട്ടിക്കും. ഇന്നത്തെ അത് വാട്ടും, ഓർമ്മയുണ്ടാവുമല്ലോ, അത് വാട്ടിയിട്ട് അത് മുടഞ്ഞിട്ട് ഓലയാക്കിയിട്ട് വെക്കും. എന്തിന്? നഫീസയുടെ മകളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട്. ആ കാലഘട്ടം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ പാലക്കാട്, മലപ്പുറം ജില്ലകളൊക്കെ 1970, 65 അല്ലെങ്കിൽ 75 കാലഘട്ടത്തിൽ മുഴുപട്ടിണിയിലായിരുന്നു. ഗൾഫ് വരുന്നതിന് മുമ്പേ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ സുഭിക്ഷമായി ഭക്ഷണം കഴിക്കാനുള്ള ഭാഗ്യമുണ്ടായിരുന്നുള്ളൂ. വലിയ വലിയ തറവാട്ടിൻ്റെ 4 കെട്ടുള്ള വീട്ടിലെ ആളുകൾ മാത്രമായിരുന്നു അന്ന് നല്ലോണം ഒന്ന് കഞ്ഞി കുടിച്ചിരുന്നതും ചോറ് കഴിച്ചിരുന്നതും. ബാക്കിയുള്ളവരെല്ലാം പൂളക്കിഴങ്ങ് പുഴുങ്ങിക്കഴിച്ചും അല്ലെങ്കിൽ പൂളത്തോല് പുഴുങ്ങിക്കഴിച്ചും ഉമിത്തകിട് കലക്കി കുടിച്ചും കഞ്ഞി എന്ന പേരിൽ കഞ്ഞി പോലും ഇല്ലാതെ, വറ്റുപോലും ഇല്ലാതെ കഞ്ഞിവെള്ളം മാത്രം കുടിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു കല്യാണത്തിന് ഒറ്റ കോഴി മാത്രം അടുത്തിരുന്ന കാലം. ഒരു കോഴി അറുത്തിട്ട് കല്യാണം ഉണ്ടാക്കാൻ പറ്റുമെന്ന് പുതിയ തലമുറ ഒന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. എന്നാൽ അങ്ങനെ കല്യാണം നടന്നിരുന്നു നമ്മുടെ നാട്ടിൽ. ആ കോഴി കൊണ്ടൊരൊറ്റ കറിയാ വെക്കുക, ഒരു കറി. ആ ഒരു കറി കൊണ്ട് ഇങ്ങനെ മരണ വീട്ടിൽ മറ്റേ പനനീർ തെളിക്കണമാതിരി എല്ലാവർക്കും ഒരു തെളിച്ചു കൊടുക്കലാണ്. എന്നിട്ട് പോകുമ്പോൾ ആളുകൾ പറയുമായിരുന്നത്രേ, എനിക്കും കിട്ടി കോഴിക്കറി എന്ന്. അങ്ങനെ കോഴിക്കറി ഒന്ന് പാർന്നു കൊടുക്കുക, അതിൽ കഷ്ണമൊന്നുമില്ല, പാർന്നു കൊടുക്കുക മാത്രം. അങ്ങനെ ഒരു കല്യാണത്തിൻ്റെ നാളിൽ പോലും പാവം അയൽവാസികളായ നമ്മുടെ മറ്റുള്ള സമുദായക്കാരടക്കം എല്ലാവരും വന്നിട്ട് എന്ത് ചെയ്യുമായിരുന്നു? അരി ചേറാനുണ്ടാകുമായിരുന്നു. ഒലക്കയും കൊണ്ടാണ് വരിക. ഒലക്ക ഇന്ന് കൊണ്ടുവരുന്നത് തല്ലാനായിരിക്കും. ഒലക്ക എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, മറന്നുപോയോ എന്നാവും. നമ്മൾ വീട്ടിലൊക്കെ ഇപ്പം ഉണ്ടാവില്ല, കാരണം അരക്കമശയും വന്നതോട് കൂടിയിട്ട്. ഒലക്കയും കൊണ്ടാണ് വരിക. എന്തിനാ? കുന്താണിയിലും അതേപോലെ തന്നെ, കുന്താണി എന്ന് പറയില്ലേ നിങ്ങൾ, മറന്നുപോയോ? കുന്താണിയൊക്കെ കുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുക്കണം. വലിയ കുന്താണി ഉണ്ടായിരുന്നു, ഒരല് കുന്താണി എന്നൊക്കെ പറഞ്ഞു. ഒരലിൽ 2 ആൾക്ക് ഇടിക്കാൻ പറ്റുള്ളൂ, കുന്താണിയിൽ 4 ആൾക്കൊക്കെ ഒന്ന് ഇടിക്കും. അതൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യും? നാത്തൂനിപ്പുറത്ത്, ഒരു നാത്തൂനപ്പുറത്ത്, ഒരു മൂത്തച്ചി അപ്പുറത്ത്, ഒരു മൂത്തച്ചി ഇപ്പുറത്ത്. എന്തൊരു ഒരുമയോട് കൂടിയിട്ടായിരുന്നു ആ അരി പോലും ഇടിച്ചിരുന്നത്. അന്നൊന്നും മില്ലുകളില്ല. കുട്ടികൾ കേൾക്കണം, നിങ്ങളൊരു 30-35 കൊല്ലം അപ്പുറത്തേക്ക് പോയാൽ റേഡിയോ പാടിക്കണമെങ്കിൽ പഞ്ചായത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. മനസ്സിലായോ നിങ്ങൾക്ക്? വീട്ടിൽ റേഡിയോ പാടിക്കണമെങ്കിൽ, ഞാൻ അത് വെറുതെ പറയല്ലതായിരിക്കണം, പ്രായം ചെന്നവരോട് ചോദിച്ചൊക്കെ, ഒരു റേഡിയോ വീട്ടിൽ പാടിക്കണമെങ്കിൽ പഞ്ചായത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വേണമായിരുന്നു. വായു കൂടെ പോണത് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാക്കിയിട്ട് പഞ്ചായത്ത് സർട്ടിഫിക്കറ്റ് എന്നാൽ റേഡിയോ വരെ വീട്ടിൽ പാടിക്കാൻ പാടുള്ളായിരുന്നു. ഞങ്ങളെ മലപ്പുറത്തു നിന്നൊക്കെ കോഴിക്കോട് കടപ്പുറത്തേക്കാണ് ട്രങ്കാൾ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുക. കാർ വിളിച്ചിട്ട് പോകും ദുബായിക്ക് വിളിക്കാൻ വേണ്ടി കോഴിക്കോട് കടപ്പുറത്തേക്ക്. അതായിരുന്നു ഫോണ്. ഇങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ ഭയങ്കരമായ പ്രയാസങ്ങളും ദമ്പരങ്ങളും സഹിച്ചു കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഒരു പാവം വെല്ലിമ്മ അന്ന് പട്ടിണി കിടന്നപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു മനസ്സിലാക്കണം. ഇവരെ പോലെയുള്ള പാവം വെല്ലിമ്മ പട്ടിണി കിടന്നുകൊണ്ട് സ്വന്തം മക്കളെ, 3 വയസ്സുള്ള മോനെ അല്ലെങ്കിൽ 2 വയസ്സുള്ള മോളെ തൻ്റെ അരികിൽ കിടത്തിക്കൊണ്ട് പാവം നിസ്കാരപ്പായിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ച ചില പ്രാർത്ഥനകളുണ്ട്. ഞങ്ങൾക്ക് തന്ന പട്ടിണി എൻ്റെ മക്കൾക്ക് നീ കൊടുക്കല്ലേ തമ്പുരാനെ എന്ന്. ഞങ്ങൾക്ക് തന്ന പട്ടിണി നീ അവർക്ക് കൊടുക്കല്ലേ എന്ന പ്രാർത്ഥനയിൽ നിന്നാണ് പിന്നീട് കുറേ കാലങ്ങൾക്ക് ശേഷം നമ്മുടെ ഭർത്താവ് അല്ലെങ്കിൽ മകൻ ആരൊക്കെയോ ഗൾഫിലേക്ക് പോയത്.
അങ്ങനെ അവൻ വലിയൊരു വീട് വെച്ചു. ആ വീടിൻ്റെ കുടിയിരുത്തത്തിൻ്റെ ദിവസം, അല്ലെങ്കിൽ അതിൻ്റെ ഹൗസ് വാമിങ്ങിൻ്റെ ദിവസം ആളുകളെല്ലാവരും കൂടുമ്പോൾ പാവം വെല്ലിമ്മ കൊലായിലിരിക്കുന്നുണ്ടാകും. ഒരാഴ്ചയോളം കഴിഞ്ഞിട്ടും വെല്ലിമ്മ പോണില്ലെന്ന് കാണുമ്പോൾ, അഥവാ ഭർത്താവിൻ്റെ ഉമ്മ എന്നറിയപ്പെടുന്ന ഈ പാവം, ഈ അമ്മായിമ്മ പോകുന്നില്ലെന്ന് കാണുമ്പോൾ, പേരമക്കൾ വെല്ലിമ്മ വീട്ടിലുണ്ടാകട്ടെ എന്ന് മോഹിക്കുമ്പോൾ, മരുമക്കളായ നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും തള്ളവിടുന്ന് പോട്ടെ എന്നാണ്. കാരണം നോക്കി മടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്, ഇനി ഇവിടുന്ന് നോക്കേണ്ടി വരുമോ എന്നൊരു വല്ലാത്ത ഒരു മനസ്സ് അവളെ ഇട്ട് അലട്ടുകയാണ്. അങ്ങനെ ഞാൻ പലപ്പോഴും സൂചിപ്പിക്കാറുള്ളത് പോലെ പാവം ഈ വെല്ലിമ്മ വീട്ടിലിരിക്കുന്ന സമയത്ത് എൻ്റെ മകൻ്റെ വീട്ടിൽ കുറച്ച് നാൾ കഴിയണം എന്ന മോഹത്താൽ പണ്ട് നിസ്കാരപ്പായിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച പ്രാർത്ഥനയുടെ ഫലമാണ് ഇതെന്ന പാവം കിളവിക്കറിയാം. ഞാൻ യുവതിയായ കാലത്ത് എൻ്റെ കുട്ടിക്ക് 3 വയസ്സായ സമയത്ത് അള്ളാഹുവിനോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണ് അവൻ്റെ ഈ കൊട്ടാര സമാനമായിട്ടുള്ള വീടെന്ന് ഈ പാവത്തിനറിയാം. അതുകൊണ്ട് കുറച്ച് ദിവസം ഇവിടെ തങ്ങണമെന്ന ആ മോഹത്താൽ പഴയ നിസ്കാരപ്പായയും അതേപോലെ തന്നെ മുസല്ലയും കൊണ്ട് വന്നിട്ടുള്ള പാവം വെല്ലിമ്മ, ആ വെല്ലിമ്മ ഒരു ദിവസം ഇരിക്കുമ്പോൾ എവിടെയോ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ളൊരു ഗ്ലാസ് തട്ടിപ്പോയി, അല്ലെങ്കിൽ ഒരു പ്ലേറ്റ് തട്ടിപ്പോയി. അത് പൊട്ടിയ ഒറ്റ കാരണത്താൽ തള്ളയങ്ങൾ എവിടേക്ക് നോക്കിയിട്ട് അതൊക്കെ നോക്കുന്നത്, നിങ്ങളെ മക്കൾ കൊണ്ടുവന്നതൊന്നല്ല, എൻ്റെ ആങ്ങളെ കൊണ്ടുവന്നതാ ഇതൊക്കെ എന്ന് പറഞ്ഞ് ആങ്ങളയുടെ വെമ്പ് പറയുന്ന പ്രിയപ്പെട്ട മരുമകളെ, നീ ആലോചിക്കേണ്ടതുണ്ട്. അന്ന് വൈകുന്നേരം നിസ്കാരപ്പായ തൻ്റെ തൊക്കത്ത് വെച്ചുകൊണ്ട്, കക്ഷത്തിൽ വെച്ചുകൊണ്ട് ആ പടിയിറങ്ങിപ്പോകും നിങ്ങളുടെ പ്രിയപ്പെട്ട വെല്ലിമ്മ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ഈ അമ്മായിമ്മ എന്ന് പറയുന്ന കഥാപാത്രം. തിരിഞ്ഞൊരു നോട്ടമുണ്ട്, പാവം ഇരുന്ന് കരയുന്നുണ്ട് 2-3 ആളുകൾ. ഞാൻ നിങ്ങളോട് പറയാണ്, ആ സമയത്ത് കരഞ്ഞുകൊണ്ടൊരു തിരിഞ്ഞു നോട്ടമുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ്, അഥവാ തൻ്റെ മകന് 3 വയസ്സായ സമയത്ത് ആകാശത്തിൻ്റെ തമ്പുരാനോട് ചോദിച്ച അതേ ചോദ്യം അന്ന് യുവതിയാകുമ്പോൾ വരെ ഈ പാവം ഉമ്മയുടെ ഈ നിശ്ചയമായ ഈ ദുആയിനെ അള്ളാഹു കേട്ടിട്ടുണ്ടെങ്കിൽ, ഈ പ്രായം ചെന്ന സമയത്ത് വടികുത്തി പിടിച്ചുകൊണ്ടുള്ള അവരുടെ തിരിച്ചുപോക്കിൽ അള്ളാഹു എന്തായാലും കണ്ടുകൊണ്ടേ നിൽക്കുന്നുണ്ട്. ആ സമയത്തൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവരുടെ കണ്ണുനീര് ഒന്ന് നനഞ്ഞാൽ മതി, ഒന്നിറ്റിയാൽ മതി, നീയും നിന്റെ പിൻതലമുറക്കാരും അഥവാ നിന്റെ മക്കളും പേരമക്കളും പടുദാരിദ്ര്യത്തിൻ്റെ കുഴിയിലേക്ക് പോകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. ആ വീടും അതിലുള്ള ആളുകൾ മുഴുവൻ തകർന്നു പോകാൻ ഈ പാവം ഉമ്മയുടെ ഒരൊറ്റ കണ്ണുനീരിന് കഴിയും. കാരണം ഇങ്ങനെ ഒരു കണ്ണുനീര് പൊഴിച്ചിട്ടാണ് വർഷങ്ങൾക്ക് മുമ്പ് അള്ളാഹു ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത്, പട്ടിണിയിൽ നിന്ന് മാറ്റിയിട്ട് മറ്റൊരു ലോകത്തിലേക്ക് കൊണ്ടുവന്നത്. എന്നിട്ടും ഈ ലോകമാണ് നിങ്ങൾ തീർക്കുന്നതെങ്കിൽ ആ കണ്ണുനീരിന് ഈ വീടിനെ അഗ്നിക്കിരയാക്കാനുള്ള ശക്തിയുണ്ട്. നിന്റെ വീട്ടിൽ ഞാൻ നിൽക്കണില്ല മോളെ എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ മനസ്സൊന്ന് പിടച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അഥവാ ഒരു മാതാപിതാക്കളിൽപ്പെട്ട ആരെങ്കിലും ഒന്ന് സങ്കടപ്പെട്ട് കഴിഞ്ഞാൽ അവൻ്റെ തലമുറകൾ നശിച്ചു പോകുമെന്നതിന് മറ്റൊരു കാരണത്തിൻ്റെ ആവശ്യമില്ല. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, ഏതെങ്കിലും തലമുറയിൽപ്പെട്ട ആളുകൾ ഇങ്ങനെ പിച്ചച്ചട്ടിയുമായി നടക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, അവരുടെ പ്രപിതാക്കന്മാർ സമ്പന്നരായിരുന്നുവെങ്കിൽ ആ സമ്പന്നതയിൽ നിന്നും മാറി മാറി അവസാനം ഈ ഭക്ഷിച്ചട്ടിയുമായി നടക്കുന്നത് ഒറ്റ കാരണമേ ഉള്ളൂ, മുൻഗാമികളായ ആളുകളെ അവർ എതിർത്തു എന്നതിൻ്റെ പേരിലാണ്. അതുകൊണ്ട് മുൻഗാമികൾ കരഞ്ഞാൽ നമ്മുടെ മക്കളിൽ നിന്നും, ചിലപ്പോൾ അമ്മായിമ്മയെ നമ്മൾ എതിർക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അമ്മായിമ്മയെ എതിർക്കുമ്പോൾ നമ്മുടെ പിഞ്ചു കുഞ്ഞുണ്ടാവും, തൊട്ടിലിൽ കിടക്കുന്നു. ആ തൊട്ടിലിൽ കിടക്കുന്ന ഇമാം ഗസാലിയുടെ വാക്കാണ്, തൊട്ടിലിൽ കിടക്കുന്ന കുട്ടിയൊന്ന് ചിലപ്പോൾ കാലൊന്ന് അനക്കും, ആ കാലിൽ നമ്മൾ ഇന്ന് പോയി ഉമ്മ വെക്കും. അമ്മായിമ്മയെ പറഞ്ഞയച്ചു കഴിഞ്ഞ് ഈ കാലിൽ ഉമ്മ വെക്കുന്ന മാതാവേ നീ ഓർത്തുകൊള്ളുക, അത് നിന്റെ ഇടത്തെ നെഞ്ചിലേക്കുള്ള ചവിട്ടാണ്. അവനൊന്ന് വലുതാകട്ടെ, ഇതിലും വലിയ ചവിട്ട് നിനക്ക് തിരിച്ചു കിട്ടിയിരിക്കുമെന്ന് ഉലമാക്കൾ നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ ഉമ്മമാർ കരയാൻ പാടില്ല, ഉമ്മമാർ നമ്പരപ്പെടാൻ പാടില്ല. ഉമ്മമാർ നമ്പരപ്പെട്ട് നമ്മൾ ബിസിനസ് തുടങ്ങിയാലും ശരി, വിജയിക്കുന്നത് പോലെ നമുക്ക് തോന്നും, കടത്തിലേക്ക് നമ്മൾ കൂപ്പുകുത്തും. കാരണം മാതാവിനെയാണ് നമ്മൾ കരയിച്ചത്. ആ മാതാവ് എങ്ങനെയുള്ള മാതാവായാലും ശരി എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വിശുദ്ധ ഖുർആനിൽ വരുന്നത് ഔ മുശ്രിക എന്നാണ്. അവർ മുസ്ലിമായാലും ശരി, അതല്ല മുസ്ലിമീങ്ങളല്ലാതെ ദൈവത്തെ പിന്നെ ആരാധിക്കാതെ ബഹുദൈവത്തിനെ ആരാധിക്കുന്ന അള്ളാഹുവിനെ ആരാധിക്കാത്തവരാണെങ്കിലും ശരി, വലാ തഖുൽ ലഹുമാ ഉഫിൻ, ഉഫ് എന്നൊരു വാക്ക് പോലും നിങ്ങൾ അവരോട് പറഞ്ഞേക്കരുത്. ഉഫ് എന്ന അറബിയിൽ പറഞ്ഞാൽ ഛേ എന്നാണ്. നിങ്ങൾ എന്തേ അങ്ങനെ ചെയ്തത് എന്ന് പോലും മാതാപിതാക്കളിൽപ്പെട്ട വലാ തഖുൽ ലഹുമാ ഉഫിൻ, അറബി പഠിച്ചവർക്കറിയാം ഹുവ ഹുമാ ഹും എന്നാണ്. ഹുമ എന്ന് പറഞ്ഞാൽ 2 പേർ, അഥവാ മാതാപിതാക്കളിൽ നിന്ന് 2 പേരിൽ ആരെങ്കിലും ഒരാളോടെങ്കിലും നിങ്ങൾ ഛേ എന്ന് പോലും പറയരുത്.
പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ അർശ് കിലുങ്ങുമെന്നും അള്ളാഹുവിൻ്റെ തീരുമാനം വരുമെന്നുമാണ് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ അറിയിക്കുന്നത്. കാരണം വഹ്നുൻ അലാ വഹൻ, അള്ളാഹു അതിന് പറയുന്ന വാക്ക് തന്നെ വഹ്നുൻ അലാ വഹൻ, പ്രയാസത്തിന് മേൽ പ്രയാസം സഹിച്ചുകൊണ്ടാണ് അവർ നിങ്ങളെ ചുമന്ന് നടന്നത് എന്ന് വിശുദ്ധ ഖുർആൻ. 10 മാസം നിങ്ങളെ ചുമന്ന് നടന്നത് വഹ്നുൻ അലാ വഹൻ, പ്രയാസം എന്ന് മാത്രം അള്ളാഹു പറഞ്ഞു നിർത്തിയില്ല. വഹ്നുൻ അലാ വഹൻ, പ്രയാസത്തിന് മേൽ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് അവർ നിങ്ങളെ ചുമന്ന് നടന്നത് എന്ന് അള്ളാഹു ഖുർആനിൽ. ഇത് കേട്ടപ്പോൾ ഒരു സഹാബി ചോദിക്കുന്ന ചോദ്യം, അള്ളാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ ഉമ്മ മരിച്ചുപോയി, പക്ഷെ ഉമ്മ മരിക്കുന്നതിന് മുമ്പ് അവർ രോഗിയായ സമയത്ത് ഞാൻ അവരെ ചുമലിലേറ്റി ഒരു ബിശഗ്വരൻ്റെ അടുക്കലേക്ക്, ഒരു വൈദികൻ്റെ അടുക്കലേക്ക് ഒരുപാട് മൈലുകൾ നടന്നു. എൻ്റെ ഉമ്മ തളരണ്ടെന്ന് വിചാരിച്ച് എൻ്റെ കൈയും കാലും തളരുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എൻ്റെ ഉമ്മയെ ചുമന്നുകൊണ്ട് ഒരുപാട് മൈലുകൾ, ധാരാളം മൈലുകൾ ഞാൻ നടന്നു. അങ്ങനെയെങ്കിലും എൻ്റെ ഉമ്മയോടുള്ള കടമ തീരുമോ എന്ന് ഒരു സഹാബി കരഞ്ഞുകൊണ്ട് ചോദിച്ചപ്പോൾ, ഈ ഹദീസ് വിശദീകരിക്കുന്ന, ഈ ആയത്ത് വിശദീകരിക്കുമ്പോൾ റസൂലുള്ളാഹിയുടെ മുമ്പിൽ ഒരു ചോദ്യമിട്ടപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞത്, അതെ, നിന്നെ ചുമന്നുകൊണ്ട് നടക്കുന്ന കാലത്ത്, അഥവാ നിന്നെ ഗർഭം ധരിച്ച സമയത്ത് ഒരുപാട് സന്ദർഭങ്ങളിൽ ആഹ് എന്ന് പറഞ്ഞിട്ടൊരു വേദന അവർക്ക് പുറപ്പെടുമ്പോൾ അവരൊരു ശബ്ദം പുറപ്പെടുവിക്കും. അങ്ങനത്തെ ഒരു ശബ്ദത്തിന് പോലും പകരമാകില്ല നിന്റെ ഈ യാത്ര എന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചത്. അതുകൊണ്ട് കുടുംബത്തിലെ ഏറ്റവും പ്രധാനികളായ ആളുകൾ ആരെന്ന് ചോദിച്ചാൽ അത് മാതാവാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പിതാവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് കുടുംബത്തിൽ തറവാടിത്തം നിലനിർത്താൻ, നമ്മുടെ സംസ്കാരം നിലനിർത്താൻ മാതാക്കളെ പ്രത്യേകമായി സ്നേഹിക്കേണ്ടതുണ്ട്. ചുക്കിച്ചുളിഞ്ഞ മാതാവിനെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളോടൊരു വാക്ക്, ഹൈക്കോടതിയിൽ നമ്മൾ നിരന്തരമായി കാണുന്ന, അല്ലെങ്കിൽ അവിടെ നിന്ന് കേസുകൾ നമ്മുടെ ഭാഗത്തേക്ക് വിടുന്നതാണ് കൗൺസിലിങ്ങിന് വേണ്ടി. എന്ന് വെച്ചാൽ ഏതോ ഒരാളുടെ കൂടെ ഒളിച്ചോടിപ്പോയ പെൺകുട്ടിയോട് കോടതിയുടെ വരാന്തയിൽ വെച്ചിട്ട് ചോദിക്കും, മോളെ, നിനക്ക് ഈ ഉമ്മയുടെ കൂടെ പോകണോ അതോ ഇന്നലെ കണ്ട ഇവൻ്റെ കൂടെ പോകണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഈ തള്ളയുടെ കൂടെ പോകണ്ട എന്ന് പറയുന്ന വിദ്യാർത്ഥിനികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെ എത്തി എന്ന് നമ്മുടെ ജില്ലകൾ നമ്മൾ പഠിക്കേണ്ടതാണ്. 6 വയസ്സായ പെൺകുട്ടിയെയും 4 വയസ്സായ ആൺകുട്ടിയെയും കിണറ്റിലേക്ക് അധപ്പതിപ്പിച്ചുകൊണ്ട്, അല്ലെങ്കിൽ എടുത്തെറിഞ്ഞുകൊണ്ട് ആ മക്കൾ മരിക്കുന്നത് വരെ നോക്കി നിൽക്കാനുള്ള ചേതോവികാരം എവിടെ നിന്നുണ്ടായി എന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജില്ലയിൽ നടന്ന സംഭവമാണ്. 6 വയസ്സായ പെൺകുട്ടിയെയും 4 വയസ്സായ ആൺകുട്ടിയെയും കിണറ്റിലേക്ക് എടുത്തിട്ടത് ഭർത്താവിനോടുള്ള അരിശം കൊണ്ടല്ല, അവൾക്ക് മാനസിക രോഗമായതുകൊണ്ടല്ല, പാതിരാവിൽ വന്ന ഹായ് മെസ്സേജിൻ്റെ പിൻബലത്തിലാണ്. ആരുടെയോ കൂടെ പോകാനുള്ള വ്യഗ്രതയിൽ നിന്നാണ് തൻ്റെ പ്രിയപ്പെട്ട 2 മക്കളെ കിണറ്റിലേക്ക് വലിച്ചെറിഞ്ഞതും അവൾ നോക്കി നിന്നതും. എങ്ങനെ ഒരു മാതാവിനത് സാധിക്കുന്നു? നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊന്നും പുറത്ത് നടക്കുന്ന സംഭവങ്ങളല്ല, നമ്മുടെയൊക്കെ ജില്ലകളിൽ തന്നെ നടക്കുന്ന സംഭവങ്ങളാണ്. പ്രിയപ്പെട്ട മക്കൾ മരിച്ചൊടുങ്ങുന്നത് വരെ നോക്കി നിൽക്കാൻ എങ്ങനെയാണ് ഒരു മാതാവിന് സാധിക്കുക? ഇവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. വ്യതിചലിച്ച് അഥവാ നമ്മളിൽ നിന്ന് തന്നെ അകന്നുകൊണ്ടിരിക്കുന്നു എന്ന് പഠിക്കേണ്ടതുണ്ട്. കുടുംബ സംഗമം കൂട്ടുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ കുടുംബത്തിൽ നിന്ന് മാത്രമല്ല അകന്നത്, പകരം കുടുംബത്തിൽ നിന്ന് അകന്ന് നമ്മളിൽ നിന്ന് തന്നെ അകന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരസ്തിത്വമുണ്ട്, ആ അസ്തിത്വത്തിൽ നിന്ന് തന്നെ നമ്മൾ അകന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നേരത്തെ ചെയർപേഴ്സൺ സംസാരിക്കുന്ന സമയത്ത് പറഞ്ഞല്ലോ ന്യൂക്ലിയർ ഫാമിലി എന്ന്, ആറ്റം ഫാമിലി എന്ന് സൈക്കോളജിയിൽ പറയുന്ന ആ ഫാമിലി പോലും ഇന്നില്ല എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. എല്ലാവരും പ്രസംഗിക്കുമ്പോൾ പറയാറുണ്ട് ആറ്റം ഫാമിലി എല്ലാവരും പറയാറുണ്ട്. പക്ഷേ സൈക്കോളജിസ്റ്റുകളുടെ ഇന്നത്തെ വെപ്പ് ആറ്റം ഫാമിലിയും ഇല്ല എന്നുള്ളത്. ആറ്റം ഫാമിലിയെങ്കിലും ഇതുവരെ ഉണ്ടായിരുന്നു, ഉമ്മയും മക്കളും എന്നുള്ളത്. ഇന്നെവിടെ അത്? മോൻ്റെ വഴിക്കാണ്, മോളെ വഴിക്കാണ്, ഉമ്മമ്മാൻ്റെ വഴിക്കാണ്, ഉപ്പപ്പാൻ്റെ വഴിക്കാണ്. പ്രത്യേകിച്ച് വാട്സപ്പും ഫേസ്ബുക്കൊക്കെ വന്നതിന് ശേഷം അതൊക്കെ പോസിറ്റീവായിട്ട് ഉപയോഗിക്കാം. നമ്മൾ ഈ IITയിലും IIMയിലൊക്കെ പോകുന്ന ഒരാളാണ്, ഇന്ത്യയിൽ ഏറ്റവും ടോപ്പ് ക്യാമ്പസുകളിൽ. അവിടെയൊക്കെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, അവിടേക്കുള്ള കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നത് സെർച്ച് ചെയ്യാനും, വലിയ വലിയ ആൾക്കാരായിട്ട് ഡിബേറ്റ് ചെയ്യാനും, അവർ ലിങ്ക്ഡിനിലൊക്കെ കയറിയിട്ട് വലിയ വലിയ ഇൻ്റർനാഷണൽ പ്രൊഫസേഴ്സിനായിട്ടിട്ട് ചാറ്റ് ചെയ്യാനും, എന്നിട്ട് അവർ തന്നിട്ടുള്ള ക്വസ്റ്റ്യന് മറുപടി കണ്ടെത്താനും, എന്നിട്ട് സാർ ഞാനിത് അതിന് മറുപടി കണ്ടെത്തി എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അവരിത് ഉപയോഗിക്കുന്നത്. നമ്മളിത് 24 മണിക്കൂറും നട്ടപ്പാതിര 2 മണിക്ക് വരെ ആളുകൾ ഇതിലാണ്. എന്താ കാര്യം? ആളുകളോട് ക്വസ്റ്റ്യൻ ചോദിക്കാനൊന്നുമല്ല, ഹായ് ഹായ് ഹായ്, ഹോയ് ഹോയ് ഹോയ്, ഇതിന് വേണ്ടിയിട്ടാണ് ഈ സാധനങ്ങൾ ഉപയോഗിക്കുന്നത്. വൃത്തികെട്ടൊരു സ്വഭാവത്തിലേക്ക് നമ്മൾ പോവാൻ. പക്ഷേ പ്രിയപ്പെട്ട പെൺകുട്ടികളോടും പെണ്ണുങ്ങളോടൊരു വാക്ക്, കൗൺസിലിംഗ് നടത്തുന്ന ഒരാളെന്ന നിലക്ക് പറയാം.
മിക്കവാറും ഈ ആൺകുട്ടികളുടെ കൂടെ പോകുന്ന പെൺകുട്ടികളെ നമ്മൾ കൗൺസിലിംഗ് ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് വാട്സപ്പ് ഉപയോഗിക്കുമ്പോൾ ഇവരയച്ച ചില മെസ്സേജസും ഇവരയച്ച ചില ഫോട്ടോസും അവരുടെ കയ്യിലുണ്ടായതുകൊണ്ടാണ്. 100 കേസ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവരൊന്നും ആത്മാർത്ഥമായി പ്രണയിച്ചതുകൊണ്ടൊന്നും അല്ല ഈ പോണത്. പകരം ഏതോ ഒരു ദുർബല നിമിഷത്തിൽ നട്ടപ്പാതിര 1 മണിക്കൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ അവൻ അറിയാതെ ചിലപ്പോൾ പറയും, ഇത് ഞാൻ നിങ്ങളെ അറിയിക്കാൻ. ഇതൊക്കെ ഇവിടെ പറയണമെന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളിൽ വന്നതുകൊണ്ട് പറയല്ല, വരാതിരിക്കാൻ വേണ്ടിയിട്ട് പറയാണ്. ചതിക്കുഴികളെക്കുറിച്ച് പറയാണ്. ഈ പയ്യൻ പറയും, നീ നിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തരുമോ. അപ്പോൾ നട്ടപ്പാതിര നേരം ഇവരുടെ കിന്നാരമൊക്കെ പാടാകുമ്പോൾ ഒരു നല്ല ഫോട്ടോ ആവൂല അയക്കുക. അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ ഫോട്ടോ ഇവൻ്റെ കയ്യിലുണ്ടാവും. ആ കയ്യിലുള്ള ഫോട്ടോ നമ്മൾ വിചാരിക്കൽ എന്താ, അവൻ എന്തായാലും എന്നോട് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര സ്നേഹം, അങ്ങനെ പൊലിപ്പിച്ചോൻ പറഞ്ഞുണ്ടാവും. എന്നിട്ട് അവൻ എന്നെ എന്തായാലും വഞ്ചിക്കൂല എന്നൊക്കെ വിചാരിക്കും. ചതി എന്നുള്ളത് എപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക? ഒടുവിലാണ് മനസ്സിലാവുക. ഒരാൾ നമ്മളെ ചതിച്ചു എന്ന് ആദ്യത്തിൽ മനസ്സിലാവില്ല, അവസാനത്തിലാണ് ചതിയെ മനസ്സിലാക്കുക. എന്നിട്ട് എന്താക്കും, ഈ ഫോട്ടോ അവൻ്റെ കയ്യിലുണ്ടാവും. ഈ ഫോട്ടോ വെച്ചിട്ട് പിന്നെ അവൻ ബാർഗൻ ചെയ്യും. അവസാനം സ്വന്തം പിതാവിനെ വിളിക്കും, ഈ പെൺകുട്ടിയുടെ പിതാവിനെ വിളിക്കും, നിങ്ങളുടെ മോളുടെ ഒരു ഫോട്ടോ ഇതാ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാണ്. അയാളുടെ പേഴ്സൺ ഞാൻ ഒരുപാട് കണ്ടതാണ് ഇത് ഈ പറഞ്ഞത്, ഒരുപാട് അനുഭവിച്ചതിൻ്റെ പേരിലാണ് ഈ പറഞ്ഞത്, വെറുതെ ഞാൻ തിയറി പറയല്ല. ഇതാ നിങ്ങളുടെ മോളുടെ ഫോട്ടോയാണ്, നിങ്ങളുടെ മോൾ എനിക്ക് അയച്ചു തന്നത്. ഇത് ഞാൻ യൂട്യൂബിലേക്കോ വാട്സപ്പിൽ ഇത് വൈറലാകും. അല്ല എങ്കിൽ എന്താക്കണം, ഞങ്ങളെ ഒരുമിപ്പിക്കണം. അപ്പോൾ അതിലൊന്ന് മനസ്സിലാക്കി വെക്കട്ടെ, ഇങ്ങനെ ക്രൂര മനസ്സുള്ള ഇവൻ്റെ അടുക്കിലേക്ക് നിങ്ങൾ പോയാലുള്ള അവസ്ഥ എന്തായിരിക്കും? നിങ്ങളെ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് അവനിപ്പോൾ ഈ ക്രൂരത ചെയ്യണത്. എന്ന് പറഞ്ഞാൽ നിങ്ങളെ ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഇത് എത്തിക്കും എന്നുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദരിമാരുടെ ഒരു വാക്ക്, ഞാൻ നെഗറ്റീവ് പറയാമെന്ന് വിചാരിക്കരുത്. നമ്മളൊരു സുഹൃത്തുണ്ട്, ആ സുഹൃത്ത് IIT-കാരനാണ്. അവൻ പരിപാടിയിൽ അവതരിപ്പിക്കണ ഭയങ്കര രസകരമായ ഒരു പരിപാടിയാണ്. അപ്പോൾ അവിടെ ഇരിക്കണ ഒരു പെൺകുട്ടി, ഇവിടെ ഇരിക്കണ ഒരു പെൺകുട്ടിക്ക് നിങ്ങൾ എളാപ്പ മൂത്താപ്പ മക്കളെ ഇപ്പോൾ ഒരു ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ച്, ആ മെസ്സേജ് ആ മിനിറ്റിൽ മൂപ്പര് സ്ക്രീനിൽ കാണിച്ചു തരും. ആ മിനിറ്റിൽ ഇത് കുട്ടികളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി മൂപ്പര് ക്യാമ്പസിൽ നടത്തുന്ന പരിപാടിയാണ്. എന്ന് വെച്ചാൽ വാട്സപ്പിലൂടെ നമ്മൾ വിട്ട മെസ്സേജും വിടാനുള്ള മെസ്സേജും ഡിലീറ്റ് ആകുന്നില്ല. ഒന്നും കൂടി പറയാം, വാട്സപ്പിലൂടെ നമ്മൾ എന്തൊക്കെ വിട്ടിട്ടുണ്ടോ പെൺകുട്ടികളെ ആൺകുട്ടികളെ, ഇത് ഡിലീറ്റ് ആകുന്നില്ല. ആരും എന്താക്കേണ്ടത് ഡിലീറ്റ് ആവുണ്ടെന്ന് വിചാരിക്കണ്ട. നമ്മൾ പലപ്പോഴും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങളുടെ ഇഷ്യൂ വരുന്ന സമയത്ത്, സാർ നിങ്ങൾ പറഞ്ഞാൽ സൈബർ സെല്ലിൽ നിന്ന് കിട്ടും, സൈക്കോളജിസ്റ്റ് എന്ന നിലക്ക്, അതുകൊണ്ട് നിങ്ങളത് വാങ്ങിത്തരണമെന്ന് പലരും നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. സൈബർ സെല്ലിൽ കൊടുത്താൽ നമ്മൾ അയച്ചത് മുഴുവൻ അവിടെ ഉണ്ടെന്ന്, നമ്മളെ മൊബൈലിലേ പോയിട്ടുള്ളൂ. ഈ അടുത്തിടെ ഒരു 13 വയസ്സുള്ള ഒരു കുട്ടി കൗൺസിലിങ്ങിന് വന്നു. അവനെ കൊണ്ടുവന്നതാണ് അവൻ്റെ ഉമ്മയും കുടുംബക്കാരൊക്കെ പാടെ. 13 വയസ്സുള്ള കുട്ടീനെ അമ്മ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് അവനാണ്, ഇവർ നല്ല സ്നേഹമായിരുന്നു, ഇപ്പോൾ ഒരു സ്നേഹമില്ല, ഒരു ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇവനോട് പറഞ്ഞു, മോനെ എന്താ നിനക്ക് പറ്റി? അവൻ അവൻ്റെ ഡയലോഗ് തുടങ്ങുന്നത് ഈ വാക്ക് പറഞ്ഞുകൊണ്ട്, സാർ നിങ്ങൾ ഉമ്മാനോടൊന്ന് പുറത്തു പോകാൻ പറയുമെന്ന് ചോദിച്ചു. കുറച്ച് ദേഷ്യത്തിലാണ് പറഞ്ഞത്, നിങ്ങൾ ഉമ്മാനോടൊന്ന് പുറത്തു പോകാൻ പറയുമെന്ന് ചോദിച്ചു. 13 വയസ്സായ മോൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് പുറത്തു പോയി, അവനെന്തോ പറയാണ്ടെന്ന് പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞു, ഇവൻ കണ്ണിലിങ്ങനെ വെള്ളം നിറച്ചുകൊണ്ട് എൻ്റെ ഉമ്മ ആകെ ചീത്തായി. അപ്പം ഞാൻ ചോദിച്ചു, അതെങ്ങനെ നീ അങ്ങനെ മനസ്സിലാക്കുന്നത്? അങ്ങനെ പറയാൻ പാടില്ലല്ലോ ഉമ്മാനെ കുറിച്ചിട്ട്, അങ്ങനെയൊന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞു. അല്ല സാർ, ഞാൻ ഉമ്മയുടെ വാട്സപ്പ് ഡിലീറ്റ് ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടത് 10ഉം 12ഉം വയസ്സായ ആൺകുട്ടിയൊക്കെ ഇതറിയാം, ഫുള്ള് ഡിലീറ്റാക്കി. നാളെ ഞാനിത് പ്രസംഗിക്കുമ്പോൾ ഇപ്പോൾ MP ആയിരിക്കുന്നൊരു മനുഷ്യനോട് പറഞ്ഞു, നിങ്ങളിതിങ്ങനെ പ്രസംഗിക്കുക. ഞാൻ പറഞ്ഞു, കുട്ടികളാണ് നമ്മളത് പഠിപ്പിക്കുന്നത്, അപ്പോൾ അതെല്ലായിടത്തും പറയാതിരുന്നാൽ പലരും ചതിക്കുഴിയിലായിപ്പോവും. അഥവാ 12 വയസ്സായ കുട്ടി വാട്സപ്പ് കൊണ്ട് ഡിലീറ്റാക്കി. എന്നിട്ട് ആപ്പിൾ സ്റ്റോറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് അവൻ ഓപ്ഷനിൽ കയറിയപ്പോൾ ആദ്യത്തെ വീഡിയോസും മെസ്സേജസൊക്കെ നിങ്ങൾക്ക് വേണമെന്നൊരു ചോദ്യമുണ്ട്. നിങ്ങൾ മുമ്പ് അയച്ചതൊക്കെ, നിങ്ങൾ ഡിലീറ്റ് ആക്കിയതൊക്കെ വേണമെന്ന്. അതിൽ യെസ് എന്ന് നെക്കി കൊടുത്തു. അപ്പം കണ്ട് വന്ന് ഉമ്മ 1 കൊല്ലം മുമ്പ് അയച്ചതോ 6 മാസം മുമ്പ് അയച്ചതൊക്കെ. ഉമ്മാൻ്റെ വിചാരം ഇതൊക്കെ ഡിലീറ്റായി പോയിക്കണമെന്നാണ്. പക്ഷേ കുട്ടിക്ക് അതെങ്ങനെ എടുക്കണം എന്നറിയാം. ഈ കുട്ടി ഇത് കണ്ടതിൻ്റെ ശേഷം ഉമ്മാനോട് വലിയ വെറുപ്പാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ഈ കുടുംബത്തിലെ അംഗങ്ങളോട് അങ്ങനത്തെ ഒരു രീതിയിലുള്ള ചതിക്കുഴിയിലും നമ്മൾ പെട്ടുപോകരുത്. നമ്മൾ വിചാരിക്കുന്നു, നാളൊരു ഡോക്ടറും രണ്ടാളും ഡോക്ടേഴ്സാണ്, ആണും പെണ്ണും. പെണ്ണ് കുറച്ച് വായാടിയാണ്, അപ്പോൾ ഈ പെണ്ണ് കുറച്ചൊരു ഭംഗി കൂടുതലാണ്. അപ്പോൾ ഇവള് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ഈ ഭംഗിയാണ് എൻ്റെ പ്രശ്നം സാർ,
എന്നൊക്കെ പറഞ്ഞാൽ എന്നോട് പറഞ്ഞെന്താണെന്ന് വെച്ചാൽ ഈ ഭർത്താവിന് എന്നെ ഭയങ്കര സംശയമാണെന്ന് പറഞ്ഞു. ഭയങ്കര സംശയമാണ്. ഞാൻ ചോദിച്ചാൽ അതെന്താ ഇങ്ങനെ സംശയം? അവർ എൻ്റെ ഭംഗി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അവൾ വലിയ നെകളിപ്പിൽ. അങ്ങനെ ഇവിടെ ഈ ഭർത്താനൊക്കെ ഇരുന്നിട്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ ഇയാളിങ്ങനെ ഭയങ്കര ജെൻറ്റിൽ ഡോക്ടർ ഭർത്താവ് ഇങ്ങനെ ഇരുന്ന് കണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പിന്നെ എനിക്കൊരു കാര്യം പറയാണ്ടെന്നാണ്. എന്തിയെന്ന്? എന്നിട്ട് പോക്കറ്റിൽ നിന്ന് ECGയുടെ റിപ്പോർട്ടുമായിട്ടുള്ളൊരു സാധനം എടുത്ത്, ECG റിപ്പോർട്ടുണ്ടല്ലോ അതേമാതിരി. അപ്പോൾ അതിൽ നോക്കുമ്പോൾ രാത്രി 12 മണിക്ക് 37 അങ്ങോട്ട് അയച്ചത്, 12:05 ആൾ ഇങ്ങോട്ട് അയച്ചത്, 12:07 അങ്ങോട്ട് അയച്ചത്, ഫുള്ള് റെക്കോർഡാണ്. സൈബർ സെല്ലിൽ മൂപ്പർ പൊക്കിയതാണ്. നമ്മളിന്ന് അയച്ച എല്ലാതും സൈബർ സെല്ലിലുണ്ട്. ഒരൊറ്റൊന്നും ഡിലീറ്റ് ആയിട്ടില്ല, ഒരക്ഷരം പോലും ഡിലീറ്റ് ആയിട്ടില്ല, ഒരു വീഡിയോ പോലും ഡിലീറ്റ് ആയിട്ടില്ല. ഇതാണ് കാലം. അതുകൊണ്ട് വാട്സപ്പിൻ്റെ ചതിക്കുഴികളെയും നമ്മൾ മനസ്സിലാക്കണം. ഇതുപോലെയുള്ള മക്കൾ സല്ലാപം പോലെയുള്ള ഒരുപാട് പോസിറ്റീവ് സൈഡുകൾ അതിലുണ്ടെങ്കിലും പാതിരാവിലെ ഇതിൻ്റെ ഉപയോഗങ്ങൾ ഭാവിയിൽ വലിയ ഒരുപാട് ആളുകൾ കേരളത്തിൽ ആത്മഹത്യ ചെയ്തല്ലോ. എന്തേ ആത്മഹത്യ ചെയ്യാനുള്ള കാരണം? ഈ വാട്സപ്പാണ്. വാട്സപ്പിലൂടെ അറിഞ്ഞത് പിന്നെ ഇങ്ങനെ പുറത്തായി പോവാൻ. 642 കുട്ടികൾ ചാടിപ്പോയി. അതിൽ ഏകദേശം 70ഓളം കുട്ടികൾ ആത്മഹത്യ ചെയ്തല്ലോ. എന്താ കാരണം? അവരുടെ ഫോട്ടോ അവൻ്റെ കയ്യിലുണ്ട് എന്നുള്ളതുകൊണ്ട്. ഗവൺമെൻറ്റിൻ്റെ കണക്കാണ്. ഈ ഒരർത്ഥത്തിൽ നമ്മൾ ഉണ്ടാകാൻ പാടില്ല. അതൊരു ഭാഗം. രണ്ടാമത്തെ ഭാഗം, ഞാൻ നെഗറ്റീവ് പറഞ്ഞെന്ന് വിചാരിക്കരുത്, സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാൻ. രണ്ടാമത്തെ ഭാഗം, നിങ്ങൾ എഡ്യൂക്കേഷനിലേക്ക് തിരിയ്, വിദ്യാഭ്യാസപരമായ കാലത്തിലേക്ക് തിരിയ്. എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും വായിക്കാനുണ്ട്. ഞാൻ പറയാം, നിങ്ങൾ ഈ പറക്കാടൻ കുടുംബത്തിലെ കുട്ടികൾക്ക് സ്പിരിച്വൽ ഗോൾ, അതേപോലെ തന്നെ സോഷ്യൽ ഗോൾ, ഇതേപോലെ തന്നെ കരിയർ ഗോൾ, 3 ഗോളുകൾ ഇട്ട് കൊടുക്കണം എന്നാണ് ഞാൻ പറയാം. ചെറിയ കാര്യമായിട്ട് കാണരുത്. അടുത്ത 6-ാം തീയതി 7-ാം തീയതി ഇതിൻ്റെ ക്ലാസ്സാണ് ഒമാനിലുള്ളത്. 8-ാം തീയതി പിന്നെ ഇവിടെ UAE ഇതിൻ്റെ ക്ലാസ്സാണ്. അത് കഴിഞ്ഞ് അടുത്ത മാസത്തിൽ 6, 7, 8 നമ്മൾ കൊടുത്തിട്ടുള്ള ബഹ്റൈനിലും ഖത്തറിലുമാണ്. അവിടെയൊക്കെ കുട്ടികൾക്ക് ഈ ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കാനാണ് ഞാൻ ഈ പോണത്. അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഫ്രീ ആയിട്ട് കാര്യങ്ങൾ പറയാം. എൻ്റെ കൂടെ മുനവർ തങ്ങളുണ്ട്. ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മളെ റഷീദ് അലി തങ്ങളുണ്ട്. ഞാൻ പറയുന്നത് എന്തെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, കുട്ടികൾക്ക് ഗോൾ ഇട്ട് കൊടുക്ക്. 10 കൊല്ലം കൊണ്ട് ഈ മക്കൾ എവിടെ എത്തും? നമ്മൾ പറയുന്നു കുട്ടികൾ വാട്സപ്പിലാണ്, കുട്ടികൾ അതിലാണ് ഇതിലാണ് നമ്മൾ പറയുന്നു. പക്ഷെ വാട്സപ്പ് അല്ലാത്ത എന്ത് സാധനം നമ്മൾ വീട്ടിൽ ഉള്ളത്? കുട്ടി എപ്പോൾ നോക്കിയാലും ടാബിലാണെന്നാണ് നമ്മൾ പറയാം. ടാബല്ലാതെ നമ്മളെ വീട് 30 ലക്ഷം റുപ്യക്ക് കയറ്റിയതോ 3000 റുപ്യൻ്റെ ബുക്കുണ്ടോ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ? ടോയ്ലറ്റിന് വേണ്ടി നമ്മൾ ചിലവാക്കിയില്ലേ 10 ലക്ഷം റുപ്യോളം? 5 ടോയ്ലറ്റ് ഉണ്ടെങ്കിൽ ഏകദേശം 10 ലക്ഷം റുപ്യ കണക്കാണ്. ഈ ടോയ്ലറ്റിന് 5 ലക്ഷം കുട്ടിക്കോളിൻ, ഓരോ ലക്ഷം റുപ്യ ഓരോ ടോയ്ലറ്റിന്. 5000 റുപ്യൻ്റെ ബുക്കുണ്ടോ നമ്മുടെ വീട്ടിൽ? കുട്ടികൾക്ക് വായന പഠിപ്പിക്കാൻ, കുട്ടികൾക്ക് സംസ്കാരം പഠിപ്പിക്കാൻ. അപ്പോൾ അവന് ടാബിലിരിക്കാനുള്ള ഒരു ഇതുണ്ടാവില്ല. എൻ്റെ മൂത്ത മോന്, ഞാൻ അത് പറയല്ലോ, എൻ്റെ മൂത്ത മോന് ഇപ്പോൾ SSLCക്കാണ് പഠിക്കണേ. ഇപ്പോൾ തുടങ്ങി. അതേമാതിരി തന്നെ രണ്ടാമത്തെ 9ലാണ്. അവരാരും മൊബൈൽ ചോദിച്ചിട്ടില്ല. ഇന്നവരെ എനിക്ക് മൊബൈൽ വേണമെന്ന് അവർ പറഞ്ഞിട്ടേ ഇല്ല. ഉമ്മാനോടും പറഞ്ഞിട്ടില്ല, എന്നോടും പറഞ്ഞിട്ടില്ല. ടാബ് വേണമെന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഭയങ്കര മൊയൻ്റെ കുട്ടികളായിരിക്കുന്നു. അതൊന്നുമല്ല, അവർ സ്കൂളിൽ നല്ല ബെസ്റ്റ് മക്കളാണ്. കാരണം വായിക്കാൻ അവർക്ക് നേരമില്ല. വായിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ആ സമയത്ത് ഇവർക്ക് വാട്സപ്പിൽ ഇതിലൊന്നും ഇരിക്കാനുള്ള സമയമില്ല. അങ്ങനെ കുട്ടികളുടെ മെൻറ്റാലിറ്റിയെ തിരിക്കണം നമ്മൾ. അവർക്ക് ഭാവിയിൽ IIT IIM ഒക്കെ ലക്ഷ്യം വെച്ച് പോകുന്ന സമയത്ത് 24 മണിക്കൂറും വാട്സപ്പിൽ ഇരിക്കാൻ ഇവർക്ക് സമയമില്ല. ആവറേജ് കുട്ടികളാണ് ഇതിലേക്ക് ഇരിക്കുന്നത്. ഞാൻ എൻ്റെ മക്കൾ ആവറേജ് അല്ല എന്നല്ല പറഞ്ഞത്, ആവറേജ് ആയിരിക്കാം. പക്ഷെ നമ്മൾ ട്യൂൺ ചെയ്യണം. ട്യൂൺ ചെയ്താൽ മാത്രമേ നമ്മുടെ കുട്ടികളെ നല്ല പഠനത്തിലേക്ക് എത്തിക്കാൻ പറ്റൂ. ഇപ്പം നിങ്ങളുടെ മക്കൾ സല്ലാപത്തിലൂടെ ഇനി നടക്കാനിരിക്കുന്നത് അല്ലെങ്കിൽ നടത്തേണ്ടത്, എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക് ടെസ്റ്റുകൾ നടത്തണം. 3 ടെസ്റ്റുകൾ, DAT ഡിഫറൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, മറ്റൊന്ന് MIT അഥവാ MIT മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ്, പേഴ്സണാലിറ്റി അനാലിസിസ് ടെസ്റ്റ്. ഉദാഹരണത്തിന്, അധികം സംസാരിക്കാത്ത കുട്ടിയെ പിടിച്ചിട്ട് ടീച്ചറാക്കരുത്. അവളെ ഡോക്ടറാക്കാം, എഞ്ചിനീയറും ആക്കാം, CA-കാരിയാക്കാം. പക്ഷെ അവളെ പിടിച്ചിട്ട് ടീച്ചറാക്കരുത്. ടീച്ചറാക്കി അവൾ ഒരു ഫെയിലിയർ ആകും. അതിൻ്റെ ടെസ്റ്റുകൾ നടത്തണം. ഇവൾ ഇൻട്രോവേർട്ടാണോ എക്സ്ട്രോവേർട്ടാണോ? മുഴുവൻ കുടുംബ സംഗമങ്ങളിലും പോയിട്ട് ഈ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു സമയത്ത് കുട്ടികളെ ട്യൂൺ ചെയ്യാൻ നമുക്ക് പറ്റണം. ഇതിലേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ കാര്യം മാത്രം പറഞ്ഞ് കുറച്ച് സമയം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള ബന്ധം, ഉമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം, നാത്തൂനും തമ്മിലുള്ള ബന്ധം, ഇളയച്ചിയും മുത്തച്ചിയും തമ്മിലുള്ള ബന്ധം, ഒരു വെല്ലിപ്പയുടെ പേരക്കിടാങ്ങളാണ് എന്ന ഏറ്റവും വലിയ ബന്ധം. ചിലപ്പോൾ കുടുംബ സംഗമങ്ങളൊക്കെ സംഘടിപ്പിക്കും. ഇവിടെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ കഴിഞ്ഞ ഒരു 4-5 മാസം മുമ്പാണ് എൻ്റെ കുടുംബ സംഗമം സംഘടിപ്പിച്ചത്. ഏകദേശം TV-ക്കാർ പറഞ്ഞത് 10,000-ഓളം ആൾക്കാർ പങ്കെടുത്തതെന്നാണ്. അത്ര ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ അത് കുറച്ച് കൂടുതൽ പറഞ്ഞതായിരിക്കും അവർ. ഏതായാലും വീഡിയോ അങ്ങനെ കാണുന്നത്. ഏതായിരുന്നാലും ശരി, കുറച്ച് ആളുകളൊക്കെ പങ്കെടുത്തിരുന്നു. ഈ പങ്കെടുത്ത് വലിയ ഹാളും അതിൻ്റെ അപ്പുറത്ത് പന്തലൊക്കെ ഇട്ടിട്ട്. പക്ഷേ അവിടെയും ഉണ്ടാകും പ്രശ്നം ഉണ്ടായിരുന്ന ആൾക്കാർ. ചിലപ്പോൾ കുടുംബ സംഗമത്തിന് വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി പോകുമ്പോൾ അങ്ങനെ ഒരു സംഗമത്തിൻ്റെ ആവശ്യം എന്താ? ഓനുണ്ടാവില്ല എന്ന് ചോദിക്കും. അവനുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാവില്ല എന്നറിയും. ഇതെന്തൊരു ബന്ധമാണ്?
അവനുണ്ടെങ്കിൽ ഞാനില്ല. ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ച് അല്ലാമ ഇക്ബാലിൻ്റെ അതിമനോഹരമായ ഒരു കാവ്യമുണ്ട്. അഥവാ ജ്യേഷ്ഠനും അനുജനും തമ്മിൽ പിണങ്ങുകയും ജ്യേഷ്ഠനും അനുജനും തമ്മിൽ പിണങ്ങി നിൽക്കവേ ജ്യേഷ്ഠന് തോന്നുകയാണ് അനുജനോട് പോയിട്ട് മാപ്പ് ചോദിക്കണമെന്ന്. അങ്ങനെ മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട് ജ്യേഷ്ഠൻ പോയിട്ട് മാപ്പ് ചോദിക്കുമ്പോൾ അനുജൻ പറയാണ്, ഞാൻ മാപ്പ് തരൂല്ല. മാപ്പ് ചോദിക്കുന്നവനാണ് മേലെ, കൊടുക്കുന്നവനല്ല. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടം മാപ്പ് ചോദിക്കുന്നവനെയാണ്, മാപ്പ് കൊടുക്കുന്നവനെയല്ല. മാപ്പ് കൊടുക്കുന്നവർക്ക് അതിൻ്റെ ഒരു ഗ്രേഡേ ഉള്ളൂ. മാപ്പ് ചോദിക്കുന്നവനക്കാണ് ഏറ്റവും കൂടുതൽ വില അള്ളാൻ്റെ മുമ്പിൽ. അങ്ങനെ ഈ അനുജൻ മാപ്പ് കൊടുത്തില്ല. ഈ ജ്യേഷ്ഠൻ സങ്കടപ്പെട്ട് കുറേ നാൾ കാത്തിരുന്നു അനുജനെ. കാലങ്ങൾക്ക് ശേഷം ഇയാൾക്ക് അസുഖം പിടിപെട്ട് ഇയാൾ മരിക്കുകയും ചെയ്തു. ജ്യേഷ്ഠൻ മരിച്ചു എന്ന് കേട്ടപ്പോൾ അനുജൻ പോവുകയാണ്. അനുജൻ ഓടിച്ചെല്ലാണ്. കാരണം ആളുകൾ എന്ത് പറയും? നമുക്കൊന്ന് പ്രശ്നം അതാണ്, ആൾക്കാരറിഞ്ഞാൽ എന്താ പ്രശ്നം എന്നാണ്. ആളുകൾ എന്ത് പറയും? അങ്ങനെ അനുജൻ ഓടി വന്ന് അതിലൊക്കെ പങ്കാളിയായി ആളുകളുടെ മുമ്പിൽ ഞാനിതാ നല്ല ബന്ധത്തിൽ തന്നെയാണ് എന്ന് സ്ഥാപിച്ചു. അങ്ങനെ അവസാനം മയ്യത്ത് കട്ടിലെടുത്ത് ചുമക്കുകയാണ്. ആ രംഗം വെറുതെ ഒന്ന് മനസ്സിലൊന്ന് കരുത്. ഇതുവരെ പിണങ്ങി നിന്നിരുന്ന ജ്യേഷ്ഠൻ്റെ മയ്യത്ത് കട്ടിലെടുത്ത് ചുമക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം അനുജനാ പിടിക്കണത്. ഉടനെ തന്നെ ഈ മയ്യത്ത് വിളിച്ചു പറയുന്നത് പോലെ ഡോക്ടർ അല്ലാമ സർ മുഹമ്മദ് ഇക്ബാൽ അതിമനോഹരമായി തൻ്റെ കാവ്യം പറയുകയാണ്. ഖുർആനും ഹദീസും വെച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഫിലോസഫി നമ്മുടെ മുമ്പിൽ വെക്കുകയാണ്. അദ്ദേഹം പറയുന്നത്, ഇട്ടേച്ചു പോ നീ, എന്തിനാണ് നീ ഇപ്പോൾ വന്നത്? ഞാനും നീയും തമ്മിൽ ജ്യേഷ്ഠനും അനുജനുമായിരുന്നു എന്ന ബന്ധം നീ ദുനിയാവിൽ കാത്തില്ല. ഇവിടെ വിട്ടേച്ച് ഞാൻ പോവാണ്. ഞാനിപ്പോൾ മറ്റൊരു ലോകത്തിലാണ്. എൻ്റെ ശരീരം മാത്രമേ ഇവിടെയുള്ളൂ. എൻ്റെ ആത്മാവ് മറ്റൊരു ലോകത്തിലാണ്. അവിടെ ഞാനും നീയും തമ്മിലുള്ള ബന്ധം എന്തെന്നറിയുമോ? ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വ ബനീഹി. ഞാനും നീയും തമ്മിലുള്ള ബന്ധം അതാണ്. ജ്യേഷ്ഠാനുജന്മാർ തമ്മിൽ അവിടെ ആദ്യം തന്നെ അല്ലാഹ് പറഞ്ഞ വാക്ക് മാനിപ്പാനും പറ്റിയിട്ടല്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, സഹോദരന്മാർ തമ്മിൽ പിണഞ്ഞോടുന്ന ദിവസം എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സഹോദരന്മാർ തമ്മിലുള്ള പ്രശ്നമാണ് ആദ്യമുണ്ടായത്. കാബീലും ഹാബീലും തമ്മിലുള്ള പ്രശ്നമാണ്. അത് എന്നും തുടരുമെന്ന് അല്ലാഹ് അറിയുന്നത് കൊണ്ടാണ് യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി, സഹോദരന്മാർ തമ്മിൽ പിണഞ്ഞോടുന്ന ദിവസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ലോകത്തിലായിന് നമ്മളുള്ളത്. നിനക്ക് ഓർമ്മയില്ലടാ, ഈ മരിച്ചു കിടക്കുന്ന ജ്യേഷ്ഠൻ പറയുന്നത് പോലെ ഇക്ബാൽ പറയാണ്, നിനക്ക് ഓർമ്മയില്ലേ നിനക്ക് ഞാൻ കടലാസിൻ്റെ തോണികളെ കൊണ്ട് കളിപ്പിച്ചത്, കടലാസ് തോണി ഉണ്ടാക്കി തന്നത്? നിനക്ക് ഓർമ്മയില്ലേ സ്വന്തം ജ്യേഷ്ഠനായ ഞാൻ കൂട്ടുകാരൻ നിന്നെ കളിയാക്കിയപ്പോൾ അവരെ വിരട്ടിയോടിച്ചത്? നിനക്കോർമ്മയില്ലേ നിന്റെ കുഞ്ഞു വിരൽ പിടിച്ചുകൊണ്ട് പള്ളിക്കൂടത്തിലേക്ക് ഞാൻ നിന്നെയും കൊണ്ട് നടന്നത്? നിനക്കോർമ്മയില്ലേ ഉമ്മ അസുഖമായി കിടക്കുമ്പോൾ നിന്റെ വായിലേക്ക് കഞ്ഞി പ്ലാവില കൊണ്ട് ഞാൻ വെച്ചു തന്നത്? ഇതൊക്കെ ഞാൻ ചെയ്തു തന്നിട്ടും കാലങ്ങൾക്ക് ശേഷം ഞാൻ നിന്നോട് മാപ്പ് ചോദിച്ചിട്ടും നീ വന്നില്ല. നിനക്കറിയുമോ, ഈ കവാടത്തിലേക്ക് നോക്കിയിട്ട് ഞാൻ ഒരുപാട് നാൾ ഇരുന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞനിയൻ കയറി വരുന്നതും കാത്ത്, എൻ്റെ അനുജൻ വരുന്നതും കാത്ത് ഞാൻ ഒരുപാട് കാലം കാത്തിരുന്നിട്ടുണ്ട്. പക്ഷേ നീ കടന്നു വന്നില്ല. പിന്നെ എന്തിനാ ഇപ്പൊ വന്നത്? ഇട്ടേച്ചു പോ. എൻ്റെ മയ്യത്ത് ചുമക്കാനിതാ പാരാവാരം ജനങ്ങളുണ്ട്. നീ എൻ്റെ മയ്യത്ത് ചുമക്കണ്ട, നീ ഇട്ടേച്ചു പോ. നീ നാളെ മശ്റയിലേക്ക് വാ, അവിടെ വെച്ച് നമുക്ക് കണ്ടുമുട്ടാം എന്ന് ഒരു ഭീഷണി പോലെ പറയുന്ന മയ്യത്തിൻ്റെ സ്വരമാണ് അല്ലാമ ഇക്ബാൽ അതിൽ അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ പറക്കാടൻ കുടുംബത്തിലും അങ്ങനെ ഒരു ജ്യേഷ്ഠനും അനുജനുമുണ്ടെങ്കിൽ ഗതി ഇത് തന്നെയാണ്. ആകാശത്തിൻ്റെ ലോകത്തിലേക്ക് നമ്മുടെ ഒന്നും തന്നെ ഉയരുന്നില്ല. ഒരു ഉമ്മയും മകളും തമ്മിൽ, അല്ലെങ്കിൽ ഒരു ജ്യേഷ്ഠനും അനുജനും തമ്മിൽ, അല്ലെങ്കിൽ ഒരു നാത്തൂനും തമ്മിൽ പ്രശ്നമാണെങ്കിൽ, ഞാൻ ചിലയിടത്തൊക്കെ പറയുന്നതാണ് RCCയിലെ ഒരു സംഭവം. RCCയിലെ പ്രധാനപ്പെട്ട ഡോക്ടർ, റീജിയണൽ ക്യാൻസർ സെൻറ്റർ, സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാൻസർ സെൻ്ററാണ്. എത്രയാണ് അവിടെ 2 പരിപാടിക്ക് ഞാൻ പോയി CH സെൻറ്റർ നടത്തിയ. ഒരുപാട് രോഗികളെ മുന്നിലിരുത്തി തരും. ഇതിന് ഈ പകുതിയിലേറെ ഉണ്ടാവും, ഈ ഹാളിൻ്റെ പകുതിയിലേറെ രോഗികളുണ്ടാവും, അതിൻ്റെ ഇരട്ടി നോക്കാനുള്ള ആൾക്കാരുണ്ടാവും. എന്നിട്ട് അവിടുന്ന് എന്നോട് പറഞ്ഞു, അവിടുത്തെ ആൾക്കാർ പറഞ്ഞത്, എൻ്റെ പ്രധാനപ്പെട്ട ആൾക്കാർ പറഞ്ഞു, സാർ നിങ്ങൾ സംസാരിക്കേണ്ടത് രോഗികളോടല്ല, അവരോടൊരു 30% സംസാരിച്ചാൽ മതി, 70% നിങ്ങൾ നോക്കുന്നവരെ കുറിച്ചാണ് സംസാരിക്കണം. കാരണം അവർ മടുത്തു. എന്നിട്ട് ഇദ്ദേഹം പറയണം, ഒരു ഉമ്മ വന്നിട്ട് പറയണത്ര 2 കുട്ടിക്ക് ക്യാൻസറായിട്ട് കിടന്ന് പടയുമ്പോൾ ഉമ്മ വന്നിട്ട് ആരോടെങ്കിലും നല്ല ആൾക്കാർ വരുമ്പോൾ എൻ്റെ മോനൊന്ന് മരിക്കാൻ തോരക്കാൻ പറയുന്നു. അത്രത്തോളം ക്യാൻസർ രോഗം വല്ലാണ്ട് പിടിപെടുന്ന ഒരു കാലത്ത് ഞാൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവിടുത്തെ പ്രധാനപ്പെട്ട ഡോക്ടറോട് ചോദിച്ചു, സാർ എന്താണ് ഇങ്ങനെ ക്യാൻസർ വ്യാപിക്കാനുള്ള കാരണം? ഇത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം. എന്താണ് ക്യാൻസർ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സുള്ള കുട്ടിക്ക് ക്യാൻസർ വരുന്നത് എന്താണെന്ന് ഞങ്ങൾക്കും പിടുത്തില്ല. കാരണം അവർ ഭക്ഷണം കഴിച്ചിട്ടില്ല, അവരുടെ സെല്ലുകൾ അങ്ങനെ, ഇതൊന്നും ഞങ്ങൾക്ക് അഭിപ്രായമില്ല. പക്ഷേ ഞാനൊരു അർത്ഥം അതിന് കണ്ടെത്തിയിട്ട്, മൂപ്പര് കുറച്ച് ദീനിയായ മനുഷ്യൻ, നമ്മളെ കൂടെ ഹജ്ജിനുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ഇത്ര ബന്ധം. ഏതായാലും അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണെന്ന് ചോദിച്ചാൽ, മലപ്പുറം ജില്ലയിലെ ഈ മലബാർ ഏരിയ, പാലക്കാടായാലും എവിടെ ആയാലും
നല്ല ഒരു സൗകര്യം അല്ല കൊടുത്തിട്ടുണ്ട്, സമ്പത്ത് കൊടുത്തിട്ടുണ്ട്, ഇത് കൊടുത്തിട്ടുണ്ട്, ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും കുനിഷ്ടും കുശുമ്പും കുറച്ച് കൂടുതലാണ്. ഇതൊക്കെ ഉണ്ടായിട്ട് അപ്പോൾ അള്ളാഹ്ക്ക് ഇവരുടെ കുനിഷ്ട് തീർക്കാൻ കുറേ എന്താകും കാത്തുക്കും. ഇവരിപ്പോൾ മാപ്പ് പറയും, പരസ്പരം ശരിയാവും എന്നൊക്കെ വിചാരിച്ചിട്ട്. ഇദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞത് ഞാൻ പറയാം കേട്ടോ, ഇതൊക്കെ നാളെ വാട്സപ്പിലൂടെ അദ്ദേഹം കേൾക്കും. ഞാൻ അതാ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മൂപ്പര് പറയാണ്, കൃത്യമായിട്ടുള്ള അനാലിസിസ് ഞങ്ങളുടേത് എന്താണെന്ന് ചോദിച്ചാൽ, മുസ്ലിം ഡോക്ടേഴ്സായ ഞങ്ങളുടേത് എന്താ, ഖുർആൻ ഹദീസും വെച്ചിട്ട് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ പ്രശ്നങ്ങൾ മുഴുവൻ നല്ല സൗകര്യം ഉണ്ടായിട്ട് ഇവർ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ഒരാൾക്ക് രോഗം കൊടുക്കും. ഇവർ തമ്മിൽ മിണ്ടാൻ, നാത്തൂനും തമ്മിൽ പ്രശ്നം ഉണ്ടെങ്കിൽ അതിലൊരു ചെറിയ കുട്ടിക്ക് ക്യാൻസർ കൊടുക്കുന്നു. കാരണം ഇത് കൊടുത്താലേ ഇവർ തമ്മിൽ മുണ്ടുള്ളൂ. അള്ളാഹ്ക്ക് ഇവരെ തമ്മിൽ മുണ്ടിക്കണം. ക്യാൻസർ രോഗം പിടിപെട്ടാൽ പിന്നെ എന്തായാലും നാത്തൂനും കൂടി ഒന്നും വേറെ ഒന്നും നോക്കൂല. എനിക്കറിയാവുന്നൊരു കുടുംബമുണ്ട്, നാത്തൂനും പ്രശ്നമായിരുന്നു. ഒരു നാത്തൂന് ഭീമാകാരമായ ക്യാൻസർ, ഡബിൾ ക്യാൻസർ. അങ്ങനെയൊന്നും ആൾക്കാർക്ക് വല്ല ബ്ലഡ് ക്യാൻസറും വന്ന്, ഉള്ളിൽ ഡൈജസ്റ്റീവ് ക്യാൻസറും വന്നു. അപ്പം ഈ നാത്തൂനാണ് ഫുൾ RCCക്ക് കൊണ്ടുനടന്നിരുന്നത്. ഞാൻ ഇതും കൂടി ഇങ്ങനെ തട്ടിച്ചു നോക്കി. ഈ നാത്തൂനും തമ്മിൽ എന്നും പ്രശ്നമായിരുന്നു. ഒരു നാത്തൂന് അസുഖം വന്നപ്പോൾ രണ്ടാളും തമ്മിൽ നേരായും ചെയ്ത് ആൾ മരിച്ചും ചെയ്ത്. ഇപ്പോൾ ഈ ക്യാൻസർ പിടിയിട്ട ആൾ മരിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, രോഗം പോലും കടന്നു വരുന്നത് നമ്മുടെ വീട്ടിൻ്റെ കുനിഷ്ട് കാരണത്താലാണ്. അല്ലാണ്ട് ഉണ്ടാക്കുന്നു, അള്ളാഹ്ക്ക് തന്നെയല്ലേ. കാരണം നമ്മൾ പ്രശ്നങ്ങൾ തീരുന്നില്ലെങ്കിൽ പിന്നെ കിടക്കട്ടെ ഒരു അസുഖം, മാറാവ്യാധി അസുഖം, RCCയിലേക്കും വെല്ലൂരിലേക്കും കൊണ്ടുപാഞ്ഞാലും തീരാത്ത അസുഖം തന്നിട്ട് നമ്മളെ പായിക്കും. അന്ന് ഈ നാത്തൂന് വന്നിട്ട് മാപ്പ് പറയും, എനിക്ക് മാപ്പ് തരണട്ടോ എന്ന്. അന്നെങ്ങാനും മനസ്സിൽ വേദനിച്ചുകൊണ്ട്, നീ എൻ്റെ സുഖമുള്ള സമയത്ത് എനിക്ക് ഞാൻ മാപ്പ് തന്നിട്ടില്ല, മാപ്പ് ചോദിച്ചിട്ടില്ല, ഇപ്പം ഞാൻ തരൂല എന്നെങ്ങാനും ഈ ക്യാൻസർ രോഗി പറഞ്ഞാൽ അത് മതി നിങ്ങളുടെ അധപ്പതനത്തിന്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രോഗം, നമ്മുടെ പ്രശ്നം, ഇതൊക്കെ വരുന്നതിന് മുമ്പേ, ഇപ്പം നമുക്കൊരു പ്രശ്നമില്ല, ഇതൊക്കെ വരുന്നതിന് മുമ്പേ ഈ ബന്ധങ്ങൾ ഉണ്ടാവണം. ഒരു അമ്മായിമ്മ അല്ലെങ്കിൽ മരുമകൾ, നാത്തൂന് ജ്യേഷ്ഠന്, അനുജന്, എന്തിന്. ഞാൻ മേൽപ്പത്തൂരുകാരനാണ്. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനെ നിങ്ങൾക്കറിയാം. പെരിന്തൽമണ്ണയിൽ പൂന്താനം മഹാകവിയുണ്ട്, അദ്ദേഹത്തിൻ്റെ ഗുരുവാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയാണ് ഹിന്ദു മിത്തോളജിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ. നമ്മളെ ഭാഷയിൽ പറഞ്ഞ ഹിന്ദു മിത്തോളജിയിലെ റവാഹു മുസ്ലിമാണ് ശരിക്കും പറഞ്ഞാൽ ആര്? മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി. കാരണം രാമായണം, അതിൻ്റെ മുകളിൽ ഭഗവത്ഗീത, അതിൻ്റെ താഴെ നാരായണീയം. ഈ നാരായണീയം എഴുതിയ ആളാണ് നാരായണ ഭട്ടതിരി. മൂപ്പരുടെ മുഴുവൻ പേര് പരമപൂജതീയ ആദിതീർത്ഥ ജഗദ്ഗുരു ശ്രീ മഹാജിപതി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി സ്വാമികൾ എന്നാണ്. എൻ്റെ അയൽവാസിയാണ്, നമ്മളവിടുത്തെ സ്മാരകം ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ പണ്ട് കാലത്ത് നടന്നൊരു സംഭവമാണ്. പൂന്താനം മഹാകവി നല്ലൊരു കവിത എഴുതി, വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ. പൂന്താനം മഹാകവി എഴുതിയ ആ കവിതയുടെ പേരാണ് ജ്ഞാനപ്പാന. നമ്മളൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നോ നടിക്കുന്നതും ഭവാൻ, മാളികപ്പുറത്തേറിയ മന്നൻ്റെ തോളിൽ മാറാപ്പ് കയറ്റുന്നതും ഭവാൻ എന്ന് ഓരോ വലിയ സമ്പന്നരായ ആൾക്കാരുടെ തോളത്തുഞ്ഞ് നാളെ മാറാപ്പ് കയറ്റും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നല്ല മനോഹരമായ മലയാള ഭാഷയിൽ തെല്ല് പോലും സംസ്കൃതം കൂട്ടിച്ചേർക്കാതെ മഹാകവി അത് എഴുതി. പൂന്താനം, ഈ പൂന്താനം ഇത് താളിയോലയിലാണ് എഴുതിയത്. താളിയോല പണ്ടത്തെ ഓലയിൽ എഴുതി നാരായം കൊണ്ട്. എന്നിട്ട് നേരെ ഇത് കാണിക്കാൻ വേണ്ടി, തെറ്റുണ്ടെങ്കിൽ തിരുത്താൻ വേണ്ടി കൊണ്ടുപോകുന്നത് മേൽപ്പത്തൂരിൻ്റെ അടുക്കലാണ്. കാരണം മേൽപ്പത്തൂരാണ് അതിൻ്റെ ഗുരു. മേൽപ്പത്തൂരിൻ്റെ അടുക്കൽ ഏകദേശം 30 കിലോമീറ്റർ മെതിയടി അണിഞ്ഞ് കൊടയും ചൂടിയിട്ട് നടന്നു പോയിട്ട് മേൽപ്പത്തൂരിൻ്റെ അടുക്കൽ ഈ താളിയോല കൊടുത്തപ്പോൾ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് അതിങ്ങനെ നോക്കിയിട്ട് ചുരുട്ടിയിട്ടൊരൊറ്റ ഏറാണെന്നാണ്. ചുരുട്ടി എറിഞ്ഞു. എന്തിന്? സംസ്കൃതം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കാവ്യം എന്നെ കാണിക്കരുത്, അഹന്തയുടെ ഭാഷ. അപ്പോൾ ആ സമയത്ത് പാവം പൂന്താനം മഹാകവി, നിഷ്കളങ്കനായ മനുഷ്യൻ, ഈ താളിയോലകളൊക്കെ നെഞ്ചത്ത് ചേർത്തിട്ട് ജ്ഞാനപ്പാനയിൽ അതിമനോഹരമായൊരു വരി അവിടെ നിന്ന് പാടിയെന്നാണ്. ജ്ഞാനപ്പാനയിൽ തന്നെയുള്ള വരി, കൂടെയില്ല ജനിക്കുന്ന നേരത്തും കൂടെയില്ല മരിക്കുന്ന നേരത്തും, മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തോ മത്സരിക്കുന്നതെന്തിനോ നാം വൃഥ. അതിലെ പ്രധാനപ്പെട്ടൊരു വരിയാണ്. അതങ്ങനെയാണ് ചെല്ലൽ. അത് തുടങ്ങണത് അങ്ങനത്തെ ഒരു ട്യൂണിലാണ്. എല്ലാതും ഒരു ട്യൂണ് വേണമല്ലോ. നമ്മൾ യാസീൻ വൽ ഖുർആനിലൊക്കെ ഇത് എന്താ ഓതണമെന്ന് നമുക്കറിയില്ല. യാസീൻ അതല്ലാതെ ഓതാ, കുട്ടികൾക്കൊക്കെ നല്ല മനോഹരമായിട്ടുള്ള കേൾപ്പിക്കണം. എനിക്ക് അങ്ങനെ ഓതാ അറിയില്ലെങ്കിലും എന്താക്കണമെന്ന് നമ്മൾ ഓതാൻ പഠിക്കണം. യാസീൻ വൽ ഖുർആനിലൊക്കെ പിന്നെ അവസാനം ഈ ദുർജവൊന്നും കേൾക്കാം.
യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. അങ്ങനെ ഓതാം, അതിനേക്കാളും നന്നായിട്ട് ഓതാം. ഖുർആൻ നന്നായിട്ട് ഓതണം. എൻ്റെ വീട്ടിലൊരു കുട്ടി എന്നതിങ്ങനെ ഇരുന്ന് കേൾക്കും ഖുർആൻ. ഇന്നാളെ കുട്ടി ഞാൻ പറഞ്ഞില്ല, ചെറുപ്പത്തിൽ കുട്ടികളെ നല്ല ഖുർആൻ കേൾപ്പിക്കണം. അപ്പോൾ ആ ട്യൂണ് കയറും. ഇവൾക്കൊക്കെ എത്ര പാട്ടറിയിച്ചിട്ട് ഈ പാട്ടിന് പകരം ഖുർആൻ്റെ ആയത്ത് കയറ്റിക്കൂടെ? പാട്ട് കയറ്റിക്കോളും, കുഴപ്പമില്ല. ഒരു ദിവസം ഞാൻ അവനോട് ചോദിച്ചു, മോനെ ഈ ഇപ്പോൾ ഏതാ കേട്ടുകൊണ്ടിരിക്കണമെന്ന്. അവൻ പറഞ്ഞ് സൂറത്ത് സുമറ എന്ന് പറഞ്ഞു. സുമറ ഒരു വലിയ ലെങ്തി സൂറത്ത്. എനിക്കന്ന് 7 വയസ്സുള്ളൂ, 7 8 വയസ്സുണ്ടാവും മാക്സിമം. 2ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവൻ സൂറത്ത് സുമറ കേൾക്കണം. ഞാൻ ചോദിച്ചു, ഇതൊന്ന് ഓദിക്കാന്നാണ്. ഞാൻ വെറുതെ പറഞ്ഞതാണ്. അവൻ അങ്ങോട്ട് ഓതി. ഞാനാകെ അന്തം വിട്ടുപോയി. ഇങ്ങനെ കുട്ടിയൊക്കെ ഓതാൻ പറ്റുമോ? എനിക്കൊന്നും അങ്ങനെ ഓതാറിയില്ല. വഖാല ഫിർഔനു ദറൂനി യഖ്തുൽ മൂസാ ഫൽയദ്ഉ റബ്ബഹു ഇന്നി അഖാഫു അൻ യുബദ്ദില ദീനഹും. അവൻ ഓതാണ്. അതിലൊരു ആയത്തുണ്ട്, വഖാല തഅമുറൂനി അഅ്ബുദു അയ്യുഹൽ ജാഹിലൂൻ. അവിടെ നീട്ടണമെന്ന് അവൻ എങ്ങനെ അറിയാം? ആ ടോണിൽ ഓതണമെന്ന് എങ്ങനെ അറിയാം? അപ്പം അവൻ കേൾക്കുന്ന കാസറ്റിലെ ആളെപ്പോലെ അവൻ പഠിക്കണം. നമ്മളെ വീട്ടിൽ അതൊക്കെ തുടങ്ങണം. അതിമനോഹരമായി നമ്മുടെ മക്കൾ ഖുർആൻ ഓതണം, അതിമനോഹരമായി. അപ്പം അതുകൊണ്ട് ഞാൻ ഇവിടെ പറഞ്ഞത്, ഇദ്ദേഹം ഇങ്ങനെയാണ് ചൊല്ലിയത്. കൂടെയില്ല ജനിക്കുന്ന നേരത്തും കൂടെയില്ല മരിക്കുന്ന നേരത്തും മധ്യ ഇങ്ങനെ കാണുന്ന നേരത്തോ മത്സരിക്കുന്നതെന്തിനോ നാം വൃഥ. കൂടെയല്ലല്ലോ നമ്മൾ ജനിച്ചപ്പോൾ, കൂടെയല്ലല്ലോ നമ്മളിനി മരിക്കുമ്പോൾ, ഒരുമിച്ചല്ലല്ലോ നമ്മുടെ മരണം, ഒരുമിച്ചല്ലല്ലോ നമ്മൾ ജനിച്ചത്. മധ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്നതെന്തിനാണ് നാം വൃഥ. മധ്യത്തിൽ വെച്ചിട്ടാണ് നമ്മൾ കാണുന്നത്. ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്ക് വെച്ചൊരു വഴിയോര കാഴ്ച പോലെ നമ്മൾ പരസ്പരം കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ കാണുമ്പോഴും നമ്മൾ തമ്മിൽ മത്സരിക്കണമോ എന്ന് പൂന്താനം മഹാകവി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിനോട് ചോദിക്കാൻ. അന്നാണ് അദ്ദേഹത്തിന് മനസ്താപമുണ്ടായത് എന്നും അദ്ദേഹത്തിന് തളർവാദം പിടിപെട്ടത് എന്നും അങ്ങനെയാണ് ഗുരുവായൂരിൽ പോയിട്ട് പിന്നീട് നാരായണീയം എഴുതിയത് എന്നുമാണ് ഐതിഹ്യം. അതെന്തോ ആകട്ടെ, ഞാൻ പറയുന്നത് നമ്മൾ മധ്യത്തിലാണ് കാണുന്നത്. ജ്യേഷ്ഠനജന്മാർ തമ്മിൽ, നാത്തൂനും തമ്മിൽ ഒരസുഖം പിടിപെടുന്നത് വരെ ആകെ 3 എണ്ണമാണ്. ഒന്ന് പെടുന്നനെയുള്ള മരണം, അല്ലെങ്കിൽ അസുഖം, അല്ലെങ്കിൽ ഭീമാകാരമായ എന്തെങ്കിലും അപകടം. ഈ 3 എണ്ണം നമ്മുടെ പിന്നാലെയുണ്ട്. നമ്മളൊക്കെ ഇപ്പോൾ കോഴിക്കോട്ടേക്കൊക്കെ പോകുമ്പോൾ ഇവിടെ നിന്ന് എനിക്ക് പോകാനുള്ളത് കോഴിക്കോട്ടേക്കാണ്. എത്ര പ്രാവശ്യമാണ് ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ കയറി വരുന്നത്, എത്ര പ്രാവശ്യമാണ് വലിയ വലിയ വാഹനങ്ങൾ അങ്ങനെ നിയന്ത്രണം വിട്ടുകൊണ്ട് വരുന്നത്. അതിൽ നിന്നെല്ലാം സംരക്ഷിച്ചിട്ട് അള്ളാഹു എന്നും കൊണ്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഏതെങ്കിലും ഒരു നിമിഷം ഒന്ന് തെറ്റിയാൽ ആ അപകടത്തിൽ നമ്മളും പെടില്ലേ, ആ രോഗങ്ങളിൽ നമ്മളും ആകില്ലേ. ഞാനെന്നാൾ പരപ്പനങ്ങാടിയിൽ ഒരു പരിപാടിക്ക് പങ്കെടുത്തു. ഏകദേശം ഒരു 10-100ഓളം ട്രൂമയിലിരിക്കുന്ന ആളുകൾ, ആക്സിഡൻറ്റ് പറ്റിയിട്ട് നടുവടിഞ്ഞവർ, ആക്സിഡൻറ്റ് പറ്റിയിട്ട് മൊത്തത്തിൽ ശരീരം പൊളിഞ്ഞു പോയവർ, ആക്സിഡൻറ്റ് പറ്റിയിട്ട് മൊത്തത്തിൽ തളർന്ന് ഇരിക്കുന്നവർ, അങ്ങനത്തെ ആളുകളുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. പാവം ഒരു മിനിസ്റ്റർ വന്നുകൊണ്ട്, കഴിഞ്ഞ മിനിസ്ട്രിയിൽ ഒരു മിനിസ്റ്റർ വന്നുകൊണ്ട് അദ്ദേഹത്തെ കണ്ടിട്ടാണ്ട് അറിയാതെ, അദ്ദേഹം കരയുന്ന ആളൊന്നുമല്ല, അദ്ദേഹത്തെ കണ്ടിട്ട് അങ്ങോട്ട് കരഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങൾക്കെല്ലാവർക്കും ഇരുന്നിട്ട് ജോലി ചെയ്യാൻ പറ്റുമല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഗവൺമെൻറ്റിൻ്റെ ഒരു ജോലി ഏർപ്പാടാക്കി തരാനും അതോടൊപ്പം നിങ്ങൾക്ക് ഗവൺമെൻറ്റിൽ നിന്ന് കമ്പ്യൂട്ടർ വാങ്ങിത്തരുമെന്ന് ഞാൻ പറയുന്നില്ല, എൻ്റെ വകയായി നിങ്ങൾക്കെല്ലാവർക്കും ഓരോ ലാപ്ടോപ്പ് ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് പറയുന്നു എന്ന് പറയുകയും മൂപ്പരെല്ലാവർക്കും അത് കൊടുക്കുകയും ചെയ്തു. ഞാൻ പറയുന്നത് എന്തെന്ന് ചോദിച്ചാൽ, അത്രത്തോളം സങ്കടകരമായ രംഗം ഒരിക്കൽ നമ്മളതിൽ പെടില്ലെന്ന് ആര് കണ്ടു? ഈ അപകടത്തിൽ നമ്മളുണ്ടാകില്ലെന്നും, അല്ലെങ്കിൽ ഈ രോഗത്തിൽ നമ്മളെ 6 പേര് ഒന്നിച്ചിരുന്നാൽ അതിൽ ക്യാൻസർ രോഗി ഉണ്ടെന്നാണ് കേരളത്തിൻ്റെ കണക്ക്. അങ്ങനെയാണ്. ഇപ്പം ഇരിക്കുന്ന 6 ആൾക്കാരുണ്ടല്ലോ, അത് ആര് എന്നതാണ് വിഷയം. ഇപ്പം ഇരിക്കുന്ന 6 ആൾ, ആ 6 ആളിൽ ഒരാൾ ഭാവിയിലെ ക്യാൻസർ രോഗിയാണ്. അതാണ് റേഷ്യോ. അത്രയും അസുഖങ്ങൾ നമ്മളെ പിന്നാലെ ഉണ്ടാകുമ്പോൾ, അപകടങ്ങൾ പിന്നാലെ ഉണ്ടാകുമ്പോൾ, മരണം പിന്നാലെ ഉണ്ടാകുമ്പോൾ എങ്ങോട്ടാണ് നമ്മുടെ യാത്ര? ഫഅൈന തദ്ഹബൂൻ. വിശുദ്ധ ഖുർആനിൽ അതിമനോഹരമായൊരു ചോദ്യമുണ്ട്. ഫഅൈന തദ്ഹബൂൻ, നിങ്ങൾ എങ്ങോട്ടായി പോണത്? നിങ്ങൾ എങ്ങോട്ടായി പോണത്? ഫഅൈന തദ്ഹബൂൻ, എങ്ങോട്ടാണ് നിങ്ങൾ ഈ പോണത്? അതുകൊണ്ട് നമ്മുടെ ഈ പോക്ക് ഒന്ന് ഏറ്റവും നല്ല സ്നേഹോഷ്പളമായി ഉള്ള കാലമത്രയും ഏറ്റവും രസകരമായിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റണം. സ്നേഹത്തോടെ ജീവിക്കാൻ നമുക്ക് പറ്റണം. ഉള്ള കാലമത്രയും നമ്മളൊരു സ്നേഹനിധിയാണ് എന്ന് ആളുകൾ പറയാൻ വേണ്ടിയല്ല, മനസ്സിൻ്റെ ഉള്ളിൽ സ്നേഹോഷ്മളമായ ഒരു നല്ലൊരു മത്താപ്പൂ വിരിയണം.
അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരിക്കണം നമ്മൾ ജീവിക്കേണ്ടത്. അവിടെ നമ്മൾ മക്കളെ സ്നേഹിക്കണം, മക്കൾ നമ്മളെ സ്നേഹിക്കണം. മക്കളെ സ്നേഹിക്കേണ്ടത് പൈസ കൊടുത്തിട്ടും ബൈക്ക് കൊടുത്തിട്ടുമല്ല, പകരം തിരുനെറ്റിയിൽ ചുംബനം കൊടുത്തിട്ടാണ്. 2003-2004 മെഡിക്കൽ എൻട്രൻസിൽ 1ാം റാങ്ക് വാങ്ങിയ കുട്ടി ഈ സമ്മാനം ഞാൻ എൻ്റെ അമ്മക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നിന്റെ അമ്മ ഡോക്ടറാണോ എന്ന ചോദ്യത്തിന് അല്ല, വീട്ടിൽ നിന്ന് തിരിയുന്ന ഒരു പാവം സ്ത്രീയാണ് എന്ന് പറയുമ്പോൾ എന്തിനാ മോനെ നീ അമ്മക്ക് കൊടുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ മറുപടി, രാത്രി 2 മണിക്ക് എഴുന്നേറ്റിട്ട് പഠിക്കാനിരിക്കുന്ന എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കട്ടൻ ചായ കൊണ്ടുവന്ന് വെച്ച് എൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് കാത്തിരിക്കുന്ന എൻ്റെ അമ്മക്ക് എൻ്റെ 1ാം റാങ്ക് എന്നതായിരുന്നു. നമ്മുടെ മക്കൾ നമ്മളെക്കുറിച്ച് പറയേണ്ടത് അതാണ്. എൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് കാത്തിരിക്കുന്ന എൻ്റെ ഉമ്മ, എൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ച് കാത്തിരിക്കുന്ന എൻ്റെ ഉപ്പ. ഇതായിരിക്കണം സ്നേഹോഷ്മളമായ ബന്ധം മക്കളും ബാപ്പമാരും ഉമ്മമാരും തമ്മിൽ. ഇതേപോലെ അമ്മായിമ്മയും മരുമകളും സ്വന്തം മകളെ നെഞ്ചിൽ ചാർത്തുകൊണ്ട് പറയുന്നത് പോലെ നമുക്ക് പറയാൻ പറ്റണം, ഇതെൻ്റെ മോളാണെന്ന്. നമ്മൾ കല്യാണ വീട്ടിലും പരിപാടിയിലുമൊക്കെ അമ്മായിമ്മയുടെ പ്രായം ചെന്ന അമ്മായിമ്മയുടെ കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന മരുമക്കളെ കാണാറുണ്ട്. അത് കാണുമ്പോൾ തന്നെ ഒരു സിംബോളിക്കാണ് ഇവർ തമ്മിൽ വല്ലാത്തൊരു സ്നേഹത്തിൻ്റെ. ചിലയിടത്ത് നമ്മൾ കാണാറുണ്ട് പ്രായം ചെന്ന അമ്മായിമ്മ എവിടെയെങ്കിലും കൊണ്ടിരുത്തിയിട്ട് ഇവരങ്ങനെ നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ഇവിടെ നമ്മളും വേറൊരു സിംബോളിക്ക് കാണുന്നുണ്ട്. ഇവിടെ അമ്മായിമ്മയും മരുമക്കളും തമ്മിലുള്ള ബന്ധം, ജ്യേഷ്ഠാനുജന്മാർ തമ്മിലുള്ള ബന്ധം. ദാ നിങ്ങളുടെ പറക്കാടൻ കുടുംബത്തിലെ 2 പാവങ്ങളായ പണ്ട് പട്ടിണി കിടന്ന, നിങ്ങൾ ഒരുപാട് പോറ്റിയിട്ടുള്ള, നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുള്ള 2 ആളുകളുടെ ഫോട്ടോയാണ് നിങ്ങൾ ആ കാണുന്നത് നിങ്ങളുടെ പിക്ചറിൽ. അവിടെ ആ കാണുമ്പോൾ ആ പാവങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ എൻ്റെ മക്കൾക്ക് പട്ടിണിയില്ലാതെ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. അവർ നല്ല രസകരമായി നിങ്ങളെ വളർത്തിയിട്ടുണ്ടാകും. വീണ്ടും ആ തറവാട്ട് മുറ്റത്തിൽ നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ പരസ്പര വിദ്വേഷമില്ലാതെ, പരസ്പര വിദ്വേഷവും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുശുമ്പും കുനിഷ്ടുമില്ലാതെ, ഒരു ഉമ്മയും വേദനിക്കാതെ, ഒരു ഉമ്മയും കരയരുത്. ഇതിവിടെ നിങ്ങളെ കൂട്ടിയത് കേവലം ഒരു കൂട്ടലല്ല. ഇനി ഈ നിങ്ങളുടെ മാതാപിതാക്കൾ അഥവാ നിങ്ങളുടെ പ്രപിതാക്കന്മാരുടെ പേരമക്കളിൽ ഒരുമ്മയും കരയരുത്, ഒരു മരുമകളും കരയരുത്, ഒരു ജ്യേഷ്ഠനും അനുജനും തമ്മിലൊരു പ്രശ്നമുണ്ടാകരുത്, ഒരു ഉമ്മയും മക്കളും തമ്മിൽ പ്രശ്നമുണ്ടാകരുത്. അങ്ങനെ ഉണ്ടാക്കിയിട്ട് എന്താണ് കാര്യം? പ്രിയപ്പെട്ട മാതാവിനെ വലിച്ചെറിഞ്ഞിട്ട് എവിടെ പോയിട്ടാണ് നമുക്ക് രക്ഷപ്പെടാനുള്ളത്? പ്രിയപ്പെട്ട മോനെ നമ്പരപ്പെടുത്തിയിട്ട് ഏതൊരു സ്വർഗത്തിലേക്കാണ് നമുക്ക് കയറാനുള്ളത്? പ്രിയപ്പെട്ട ഭർത്താവിനോട് ആക്രോശം പുലർത്തിയിട്ട് ഏതൊരു സ്വർഗീയ സല്ലാപത്തിലാണ് നമ്മൾ എത്താൻ പോകുന്നത്? ഒരിക്കലുമില്ല. പ്രിയപ്പെട്ട വെല്ലിമ്മയുടെയും വെല്ലിപ്പയുടെയും പേരമക്കളെ ഒരുമിച്ചിരുത്തി അവരെന്ന് കണ്ണുകൾ നിറക്കുമ്പോൾ, ഒരുപാട് സാഹസപ്പെട്ട് നിങ്ങളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ ഇനിയും സ്നേഹത്തോടെ മുന്നോട്ട് പോകണമെന്ന പ്രാർത്ഥനയാണ് അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാവുക. സ്റ്റേജിലിരിക്കുന്നവരായാലും ഇതിൻ്റെ കാർമ്മികത്വം വഹിച്ചപ്പുറത്തിരിക്കുന്നവരായാലും ശരി, എല്ലാവർക്കും ഇനി മോഹിക്കാനുള്ളത് മാത്രമാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ ഇനിയുണ്ടാകരുത് കരച്ചിലും പിഴിച്ചിലും. തന്നെയുമല്ല, ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തിൽ വിധവകളായ ആളുകൾ ഉണ്ടായേക്കാം. അങ്ങനെയുള്ള ആളുകൾ യത്തീമക്കൾ, ആ പാവം ഉമ്മ വിതുമ്പും, ആ പാവം 2 യത്തീമക്കൾ പൊട്ടിക്കരയും, എൻ്റെ കുടുംബം ഞങ്ങളെ നോക്കാൻ വന്നല്ലോ എന്ന്. അങ്ങനെ നിങ്ങൾ അവിടുന്ന് പച്ചവെള്ളം കുടിച്ചിട്ട്, ബിരിയാണിയൊന്നും കഴിക്കണ്ട, പച്ചവെള്ളം കുടിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ആ മതിൽക്കെട്ടുകൾ പോലും വിളിച്ചു പറയും ഈ കുടുംബ ബന്ധത്തിൻ്റെ ഐതിഹാസികമായ ചരിത്രത്തിന്. ആ ഓരോ കല്ലുകളും വിളിച്ചു പറയും, ദാ എൻ്റെ കുടുംബമാണ് ഇതുണ്ടാക്കിയത് എന്ന്. ഈ ഒരവസ്ഥയിൽ കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥയിലും സഹായിക്കാനും നമുക്ക് പറ്റണം. കേവലം പിരിഞ്ഞു പോയാൽ പോരാ. ഇന്ന് കല്യാണത്തിന് വെറും 1 മണിക്കൂർ ഒരുങ്ങി പിടിച്ചു പോകുന്ന നമ്മൾ അതിൽ നിന്ന് മാറ്റങ്ങൾ വരുത്തണം. തലേ ദിവസത്തിൽ എത്ര ക്ഷണിച്ചില്ലെങ്കിലും ഒന്ന് പോകണം. അവിടുന്ന് ചോറ് കഴിക്കാനല്ല, അതേപോലെ തന്നെ എന്തെങ്കിലും ബിസ്ക്കറ്റും ചായയും കഴിക്കാനല്ല, പകരം എന്തൊക്കെയാണ് ഞങ്ങൾ ചെയ്തു തരേണ്ടത് എന്ന ഒരു ചോദ്യം. ചിലപ്പോഴൊക്കെ നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ കാണാറുണ്ട്, അവർ ചിലപ്പോൾ പൈസ വാങ്ങിക്കുകയില്ല, അങ്ങനത്തെ കല്യാണവും ആകില്ല, പക്ഷേ റൂമിലേക്ക് കൊണ്ടുപോയിട്ട് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണട്ടോ എന്ന് പറയുമ്പോൾ അത് ചോദിച്ചല്ലോ എന്നുള്ള രീതിയിൽ കണ്ണുകൾ നിറക്കുന്ന എത്രയോ കുടുംബത്തിലെ അംഗങ്ങളെ നമ്മൾ കാണാറുണ്ട്. ആ രീതിയിൽ നമ്മൾ നമ്മുടെ കുടുംബത്തിനെ കാണണം. ഇനി നിങ്ങൾ കേവലം 1 മണിക്കൂർ മാത്രം കല്യാണത്തിന് പോയി വരുന്ന അവസ്ഥയുണ്ടാകരുത്. പകരം നിങ്ങൾ പോകേണ്ടത് രാവിലെ മുതൽ വൈകുന്നേരം വരെ നിൽക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അതിലൊക്കെ സജീവമായി പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ. പ്രത്യേകിച്ച് മറ്റുള്ള സ്ത്രീകളെപ്പോലെ നിങ്ങളാകരുത്. ഡ്രസ് കോഡ് മാത്രം ശ്രദ്ധിച്ച് തൻ്റെ മേത്തൊന്നും ആകരുത് എന്ന് മാത്രം നനച്ച് അങ്ങനെയല്ല. നമ്മളൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ചെയർമാൻമാരൊക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും. ഞാനതിൽപ്പെട്ടൊരു അംഗമായിരുന്നു. അവിടെ ഒരിക്കലും ടിപ്പിക്കലായി വരുന്ന ചെയർമാൻമാരെ കുട്ടികൾക്ക് ഇഷ്ടമല്ല.
3000-4000 കുട്ടികൾ പഠിക്കുന്നതിൽ ഒരു കോളേജ് ഡേൻ്റെ അന്ന്, വളരെ ശ്രദ്ധിക്കണേ, കോളേജ് ഡേൻ്റെ അന്ന് നല്ല പാൻറ്റും കുപ്പായൊക്കെ ഇട്ടിട്ട് വന്നിട്ട് ഗംഭീരമായി പ്രസംഗിക്കുന്ന ചെയർമാനെ എല്ലാ കുട്ടികൾ ഇഷ്ടപ്പെടുക. രാവിലെ 8:30 മണിക്ക് ക്യാമ്പസിൽ എത്തിത്തുടങ്ങുന്ന കുട്ടികൾ കാണുന്നത് കസേര ഏറ്റിക്കൊണ്ടുവരുന്ന ചെയർമാനെ, അതേപോലെ തന്നെ അവിടെ ഇവിടെയുമൊക്കെ ബാനറുകൾ കിട്ടുന്ന ചെയർമാനെ, അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഉയരങ്ങളിൽ കുട്ടികളുടെ തോളത്ത് കയറിയിട്ടത് കെട്ടിവെക്കുന്ന ചെയർമാനെ, അങ്ങനെ കൈയെല്ലാം ചുരുട്ടി ചിലപ്പോൾ മുടിയൊന്നും ചീകാതെ വേണ്ട രീതിയിൽ വൃത്തിയില്ലാതെ എന്ന് വേണമെങ്കിൽ പറയാം, ഇതിനു വേണ്ടി മുഴുവൻ ഓടി നടന്ന് വിയർത്തൊലിച്ചുകൊണ്ട് അന്ന് ഈ ചെയർമാൻ നടത്തുന്നൊരു പ്രസംഗമുണ്ടാകും. അതായിരിക്കും കുട്ടികൾക്ക് ഏറ്റവും പ്രിയം. അവൻ്റെ ഓരോ വാക്കുകളും കുട്ടികൾ കൈയടിക്കും. കാരണം അവൻ അധ്വാനിക്കുന്ന ചെയർമാനായിരിക്കണം. ഈ അർത്ഥത്തിൽ കുട്ടികളെ, നിങ്ങളെല്ലാവരും നമ്മുടെ കുടുംബത്തിലൊരു പരിപാടി വരുമ്പോൾ നമ്മുടെ ഡ്രസ് കോഡ് മറന്നുകൊണ്ട്, നമ്മുടെ ഊഷ്മളത മറന്നുകൊണ്ട് എനർജറ്റിക്കായി എല്ലാറ്റിലും പങ്കാളികളാകാൻ നിങ്ങൾക്ക് പറ്റണം. ഉമ്മാമ്മമാരുടെ അരികിലിരുന്ന് കഥ കേൾക്കാത്ത പേരക്കുട്ടിക്ക് ഏറ്റവും നല്ല സ്നേഹം എന്തെന്ന് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. ഉമ്മാമ്മയുടെ അരികിൽ പോകണം, എന്നിട്ട് എന്താക്കണം, നമ്മളവരുടെ താടയിൽ പിടിച്ച് കളിക്കണം. ചിലപ്പോൾ പല്ല് പോലും നഷ്ടപ്പെട്ടിട്ട് ഇരിക്കുന്നുണ്ടാകാം. അവരുടെ കൊച്ചു കൊച്ചു കഥകൾ കേൾക്കണം. ആ കഥകൾ കേട്ടുകൊണ്ടായിരിക്കണം നമ്മൾ വളരേണ്ടത്. ഉപ്പാപ്പയുടെ പഴയ വീരേതിഹാസ കഥകൾ നമ്മൾ കേൾക്കണം. തന്നെയുമല്ല അടുത്ത തലമുറയെ, പാവം മക്കളെ സ്നേഹത്തോടെ വളർത്താനും നമുക്ക് പറ്റണം. അങ്ങനെ ഒരു പേരക്കുട്ടികളായി ഒരേ കുടക്കീഴിൽ ഒരേ തറവാട്ട് മുറ്റത്ത് വീണ്ടും സംഗമിക്കുകയും അങ്ങനെ ആ തറവാട്ടിൻ്റെ എല്ലാ സന്തോഷത്തിലും കണ്ണുനീരിലും പങ്കാളികളാകാൻ നമ്മൾ ഇന്നു മുതൽ തയ്യാറാകണം. അങ്ങനെ ഒരു തയ്യാറാകലിൻ്റെ തുടക്കമാകട്ടെ ഇതെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ആ ഇരിക്കുന്ന ആൾക്കാർ എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിൽക്കിൻ. എന്നൊരു തുടക്കമാകട്ടെ. നിങ്ങൾക്ക് ആർക്ക് പ്രയാസമുള്ളവർ എഴുന്നേൽക്കണം എന്നില്ല. എന്നിട്ട് നാനാ ഭാഗത്തേക്കൊന്നാണ് കൈയൊടുക്കിൻ. നാനാ ഭാഗത്തേക്ക് ഉഷാറായിട്ട്, അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊക്കെ ഒന്ന് ഉഷാറായിട്ട്, ഒന്ന് അല്ല 4 ഭാഗത്തേക്കും കൈയ്യെടുത്തേക്കിൻ. അങ്ങനെയാണ് ചെയ്യേണ്ടത്, നല്ല ഉഷാറായിട്ട്. ഇന്നു മുതൽ അങ്ങനെ ഒരു കുടുംബത്തെ കെട്ടിപ്പടുക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്ന അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ വെല്ലിപ്പയും വെല്ലിമ്മയും ഈ ഫോട്ടോയിൽ കാണുന്ന 2 മഹാരഥന്മാരെ ആഖിറത്തിൽ ഏറ്റവും വലിയ ഔന്നത്യത്തിലേക്ക് എത്തിക്കട്ടെ. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറയുന്നത് പ്രകാരം ഓരോ ആത്മാവിനും ഒരു കണ്ണുണ്ട്. അവരുടെ കണ്ണിപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആഖിറത്തിൻ്റെ ലോകത്ത് വെച്ച് ആത്മീയപരമായ ഒരു കാഴ്ച അവർ കാണുന്നുണ്ട്. തൻ്റെ പേരമക്കളും എല്ലാവരും സ്നേഹോഷ്മളമായി കൂടിയതും അങ്ങനെ അവർ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതും. അതുകൊണ്ട് അവർക്ക് നമുക്കൊരു പ്രാർത്ഥനയാകാം. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ, اللهم اغفر لها وارحمها، اللهم اغفر لهم وارحمهم واعف عنهم واعف عنهم واكرم نزلهم ووسع مدخلهم يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أنت ربنا وأنت ولينا في الدنيا والآخرة، عليك توكلنا وإليك أنبنا وإليك المصير. ആ പാവം 2 ഉമ്മാമയെയും ഉപ്പാപ്പയെയും അള്ളാഹു കബൂലാക്കട്ടെ. സ്വർഗത്തിൽ ഉന്നതമായ മക്കാമുകൾ നൽകട്ടെ. ഈ പേരക്കിടങ്ങളായ നമ്മളെ സ്നേഹോഷ്മളമായി ലോകാവസാനം വരെ ഒരാൾക്കും ദാരിദ്ര്യമില്ലാതെ, രോഗമില്ലാതെ, അപകടങ്ങളില്ലാതെ അള്ളാഹു കാക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രൗഢോജ്വല പ്രഭാഷണം നടത്തി ജനപ്രശംസ പിടിച്ചു പറ്റിയ നമ്മുടെ പ്രിയപ്പെട്ട പ്രാസംഗികൻ സുലൈമാൻ മേലാറ്റൂരിന് പറക്കാടൻ ഗ്രൂപ്പിൻ്റെ മക്കൾ സല്ലാപം ഇൻട്രൊഡ്യൂസും ചെയ്യുന്ന പറക്കാടൻ ഗ്രൂപ്പിൻ്റെ ഹൃദ്യമായ 1000 നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അഹദായ തമ്പുരാനാദ്യ